കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? അതറിയാം. കാരണം തൻ്റെ ആദ്യ 100 ഭാര്യമാരാ ചിത്രകേതുവിന്. ഇവിടുത്തെ ഈ രാജാവിനല്ല കേട്ടോ. അപ്പോൾ അതിൽ അദ്ദേഹം മുനിയോട് അപേക്ഷിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പഴം കൊടുത്ത് അത് കഴിച്ചതിൽ ഗർഭിണിയായതാണ് ചിത്രകേതു. ഗർഭിണിയായോട് കൂടിയിട്ട് രാജാവിന്, ചിത്രകേതു രാജാവിന് ഈ ഭാര്യയോട് മാത്രമാണ് കൂടുതൽ ഇഷ്ടം തോന്നി. സാധാരണ പെണ്ണുങ്ങൾക്ക് അപ്പം എന്താ ഉണ്ടാവുക അല്ലേ? അസൂയ. അതന്നെ. എന്ന് മാത്രമല്ല, രാജാവാണെങ്കിൽ എപ്പോഴും ഇവരോട് കൂടുതൽ സംസാരിച്ചിട്ടും അടുപ്പം നിൽക്കും. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോയാലേ ഈ കുട്ടിയും കൂടി ജനിച്ചാൽ നമ്മുടെയൊക്കെ കാര്യം എന്താവും? ഇത്ര കാലം നമ്മളൊപ്പം പരിചരിച്ച് ഇപ്പോൾ നമ്മുടെയൊക്കെ ഇങ്ങനെ വിട്ടിട്ടിപ്പോൾ കൃതജ്ഞുതി, അതാണ് ആദ്യത്തെ ഭാര്യയുടെ പേര്. അവരെ മാത്രമാക്കി മാറ്റുകയാണല്ലോ. എന്തായാലും പറഞ്ഞ മാതിരി തന്നെ ഈ സ്ത്രീ നടക്കുമ്പോൾ ഒപ്പം നടക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാജാവ് ഒപ്പം, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഉള്ള മാത്രം ഇങ്ങനെ നിൽക്കും. പ്രസവിച്ചു നല്ലൊരാൺകുട്ടി. പോരെ, രാജാവിന് വളരെയധികം സന്തോഷമായി. ഉടൻ തന്നെ ഇവർ മീറ്റിംഗ് കൂടി. ആരെ? ബാക്കിയുള്ള 99 ഭാര്യമാരും കൂടി മീറ്റിംഗ് കൂടി. കുട്ടിയെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിലുള്ള ഈ സ്വത്തും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടിക്ക് പോകും. നമുക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ നശിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുക. രാജാവിനോടും ഈ ഭാര്യയോടും കൂടി സ്നേഹമായിട്ടൊക്കെ തന്നെയാണ് പെരുമാറുക. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നല്ല അമർഷം ഉണ്ടായിരുന്നു. ഒരു ദിവസം കുട്ടീനെ അവരുടെ അടുത്ത് കൊടുത്ത്, വളരെ സ്നേഹമായിട്ടുള്ള പെരുമാറ്റല്ലേ, കൃതജ്ഞുതി കുളിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഈ കുട്ടിയെ ഇവരെ വിഷം കൊടുത്ത് കൊന്നു. ഈ സ്ത്രീ കുളിച്ച് വന്ന് നോക്കുമ്പോൾ എന്താ അറിയില്ല, പെട്ടെന്ന് ബോധം പോയി, പിടിച്ച് മിണ്ടണില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പോഴേക്കായപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി, നിലവിളിയായി. രാജാവിനോട് പറഞ്ഞു. രാജാവിന് ആറ്റുനൊറ്റുണ്ടായിട്ടൊരു കുട്ടി അതിപ്പോൾ ഇങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു വിഷമസ്ഥിതിയിലേക്ക് എത്തി. അത് ചിത്രകേതുവിൻ്റെ കഥയാണ്. ഇവിടെ ഇതേമാതിരി ഈ രാജാവിൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഭാര്യമാർ എല്ലാവരോടും കൂടിയിട്ട് ഈ സ്ത്രീ നമുക്ക് നശിപ്പിക്കുക, അല്ലെങ്കിൽ കാലം കൊണ്ട് നമുക്കൊന്നുമില്ലാണ്ടായി മാറിയാലോ എന്ന് വിചാരിച്ച് ഈ സ്ത്രീക്ക് വിഷം കൊടുത്തു. അവിടുത്തെ അതേമാതിരി തന്നെ ഈ സ്ത്രീക്കും വിഷം കൊടുത്തു. വിഷം കൊടുത്തു എന്നല്ല, ഈ സ്ത്രീ വിഷമിച്ച് ഛർദ്ദിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഭർത്താവിൻ്റെ ശവസംസ്കാരം അവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഭർത്താവിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഒരുക്കു കൂട്ടി ചെന്നപ്പോൾ ഈ സ്ത്രീ ശവം അഗ്നിക്ക് തീക്കൊളുത്തിയ ശേഷം ഈ സ്ത്രീ വന്ന സമയത്ത്, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, ഞാനും ഈ ചെതയിൽ ചാടിയിട്ട്, പണ്ടത്തെ സതി ഇല്ലേ, അതേ ആ അനുഷ്ഠാനത്തിൽ ഞാനും ഈ ചെതയിലേക്ക് ചാടുക പറഞ്ഞ് ചാടാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ഔർവൻ എന്നു പേര്, ഈ ഭാഗവതത്തിൻ്റെ ഇതൊക്കെ പേരുകൾ ഓർമ്മിക്കാൻ നല്ല വിഷമമാണ്. ഔർവൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷി, അദ്ദേഹം വന്നു, ഈ അരുതരുതരുത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ മാത്രമല്ല ഗർഭിണിയാണ്, അപ്പോൾ അത് ശരിയാവില്ല, നിങ്ങൾ ഇതിലേക്ക് ചാടി നിങ്ങൾ ദേഹത്യാഗം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചു. എന്ന് മാത്രമല്ല, തൽക്കാലം ഛർദ്ദി വരണമെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ഔഷധം അദ്ദേഹം ഈ സ്ത്രീക്ക് കൊടുത്തു. ആ ഔഷധം കഴിച്ചോടുകൂടി സ്ത്രീക്കൊക്കെ സുഖമായി. പിന്നെ എന്തായാലും ആ സ്ത്രീയെ മരിക്കാൻ സമ്മതിച്ചില്ല. ഈ ഔർവ മഹർഷി ഇവരിൽ നിന്നും അവരെ വേറെ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു. കാരണം ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളാവും. അപ്പോൾ അത് വയ്യ, അവർക്ക് വേറെ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ സ്ത്രീ കൃത്യമായിട്ട് സമയത്ത് 10 മാസം കഴിഞ്ഞോടുകൂടി പ്രസവിച്ചു. അപ്പോൾ ഈ വിഷം അകത്ത് ചെന്നതിൻ്റെ ഒരു വിഷമത്തിനോട് കൂടിയിട്ടാണല്ലോ അവർ. പക്ഷെ കുട്ടി നല്ല ഉഷാറായിട്ട് ജനിച്ചു. അപ്പോൾ ഈ നിർദ്ദേശം അനുസരിച്ച്, ഔർവമഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
ഇപ്പോൾ വിഷത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ശര എന്നു പേര് കൂടിയുണ്ട് വിഷത്തിന്. അപ്പം ശര എന്നുള്ള ഈ വിഷത്തോ അകത്ത് പെട്ടും കൊണ്ടാണ് മഹർഷി അവരെ രക്ഷിപ്പിച്ചത്. രക്ഷിച്ച ശേഷം ഇത് കൃത്യമായിട്ട് പ്രസംഗിച്ചു. അപ്പം ശര എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നല്ലൊരു ആൺകുട്ടിയെ ജനിച്ച ആ കുട്ടിക്ക് സഗരൻ എന്ന് പേര്. കുട്ടി വളരെ മിടുക്കനായി. കാരണം ഔർവ മഹർഷിയാണ് കുട്ടിയെ നോക്കി വളർത്തിക്കൊണ്ടുവന്ന് നല്ല മിടുക്കനായി വന്നു. എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് കുറച്ച് കുട്ടി മിടുക്കനായി വളർന്ന സമയത്ത് തൻ്റെ അച്ഛനെ ആട്ടി ഓടിച്ച ശത്രുക്കളോട് കുട്ടി അസ്ത്രവിദ്യയും ശാസ്ത്രവിദ്യയൊക്കെ ഈ മഹർഷി പഠിപ്പിച്ച് ശത്രുക്കളോട് ഏറ്റിട്ട് രാജ്യം അദ്ദേഹം തിരിച്ചു വാങ്ങി. പിന്നെ എല്ലാവരും കൂടി രാജ്യത്തിലിരിക്കുന്ന സമയമാണ്. അങ്ങനെ സഗരൻ ചക്രവർത്തിയായിക്കൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയപ്പോൾ രാജാക്കന്മാരൊക്കെ ഒരുവിധം നിലനിൽപ്പുണ്ട്, തന്നെ രാജ്യത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അശ്വമേധയാഗം നടത്താൻ വേണ്ടി പറയും. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞു. കൗരവരെ മുഴുവൻ ഭഗവാൻ മുഴുവൻ എല്ലാവരും നശിച്ചു പോയി. യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചു. യുധിഷ്ഠിരൻ രാജാവായിട്ട് വാഴിച്ച സമയത്ത് ഭാഗവതം പറയുമ്പോൾ അവിടെ കുറേ പറയാനുണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല. എങ്കിലും യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾക്ക് ഈ രാജ്യം വാങ്ങിത്തന്നത്? എത്ര ചോരപ്പുഴ ഒഴുകി ഇവിടെ, എത്ര നിരപരാധികളായ ആളുകൾ മരിച്ചുപോയി, ഇങ്ങനെ ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഭഗവാനോട് പറയുന്നത്. അപ്പം ധർമ്മയുദ്ധമാണ്, അത് നടന്നേ പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ അതിന് മറുപടിയായിട്ട് പറയുന്നത്. തൽക്കാലം ഞാൻ പറയുന്നത്. അതിനുശേഷം ഇനി എന്നാ ഞാൻ വേണ്ട ചോദിച്ചപ്പോൾ ഇപ്പോൾ ചക്രവർത്തിയായി മാറിയില്ലേ, ഒരു അശ്വമേധയാഗം കഴിക്കുക വേണ്ട. രാജാക്കന്മാർക്ക് പറഞ്ഞുള്ള കാര്യമാണ് അശ്വമേധയാഗം. അങ്ങനെ യുധിഷ്ഠിരൻ അശ്വമേധയാഗം തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അശ്വമേധയാഗം നടത്തുന്ന എല്ലാ രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങിയിട്ടും അങ്ങനെയാണ്. എല്ലാ രാജാക്കന്മാരും ഇവർക്ക് അശ്വമേധയാഗത്തിൽ എല്ലാവരും ജയിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിന് വേണ്ട കാശുവാണല്ലോ എന്ത് കാര്യത്തിന് മുമ്പിൽ. പൈസ ഇല്ല, എന്താ വേണ്ട എന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട്. അപ്പം കൃഷ്ണൻ പറഞ്ഞു, മരുത്തൻ എന്നു പേരായിട്ടുള്ള മറ്റൊരു രാജാവ് ഇതിനു മുമ്പേ ഒരു അശ്വമേധ യാഗം നടത്തിയിട്ടുണ്ട്. അന്ന് ആ അശ്വമേധ യാഗം നടത്തിയ മഹർഷിമാർക്ക് ധാരാളം ദക്ഷിണയും സ്വർണ്ണനാണയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നൊരു സ്ഥലത്തൊരു മലയിൽ അവർക്ക് ഇത് മുഴുവൻ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അവിടെ കുഴിച്ചിട്ട് പോയിട്ടുണ്ട്. അർജുനെയും ഭീമനെയും കൂടി പറഞ്ഞയച്ചാൽ ആ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം, പൈസയുടെ ഉദ്ദേശം നാണയങ്ങളും ഇതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, അതെടുത്തിട്ട് നടത്താൻ പറയും. അങ്ങനെ അവരതെടുത്ത് കൊണ്ടിട്ടാണ് ആദ്യത്തെ അശ്വമേധയാഗം യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയത്. അതുപോലെ തന്നെ ഇവിടെ ഈ സഗര ചക്രവർത്തി അശ്വമേധയാഗം നടത്താൻ വേണ്ടി ഔർവൻ എന്ന മഹർഷി പറഞ്ഞത് പ്രകാരത്തിൽ ഇദ്ദേഹം ഈ അശ്വമേധയാഗത്തിന് തയ്യാറെടുത്തു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം കല്യാണം കഴിച്ചു. കല്യാണത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യയുടെ പേര് കേശിനി എന്നാണ്. അതിൽ ഒരു പുത്രൻ ഉണ്ടായി. ആ പുത്രൻ അസമഞ്ജസൻ എന്നാണ് ആ പുത്രൻ്റെ പേര്. എനിക്കെന്നെ പറയാൻ കിട്ടില്ല, അങ്ങനത്തെ പേരാണ്. അസമഞ്ജസൻ എന്നാണ് ആ പുത്രൻ്റെ പേര്. ഇതിനു മുമ്പുള്ള ജന്മത്തിൽ അദ്ദേഹം ഒരു യോഗീശ്വരനായിരുന്നു. പക്ഷേ അദ്ദേഹം
ആ യോഗീശ്വരനായ സമയത്ത് മനസ്സിന് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് അയാൾ തന്നെയാണ്. അപ്പം അയാൾ ജനിച്ച് വലുതായോടുകൂടി അയാൾക്ക് രാജ്യം നോക്കാനോ വേറുള്ള കാര്യങ്ങൾക്കൊന്നും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. ശേഷം മറ്റൊരു ഭാര്യയുടെ പേര് സുമതി എന്നാണ് സഗരൻ്റെ മറ്റേ ഭാര്യയുടെ പേര്. സുമതിയിൽ പുത്രന്മാരുണ്ടായി. എത്രയെന്ന് പറയാൻ മടിയുണ്ട്, കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മടിയുണ്ടാവും. ഒന്നും രണ്ടുമല്ല, 60,000 പുത്രന്മാരാണ് ഉണ്ടായത് സുമതിയിലെ. എന്നോട് ഞാൻ പറയാറില്ലേ, ഞാൻ അങ്ങനെ അതേമാതിരി ഭാഗവതം പറയും, കൂടെ വായിക്കുക, വൈഫ് തന്നെയാണ് വായിക്കുക. അപ്പോൾ ഈ കഥ ഇതൊന്നും പറയണ്ട ആൾക്കാരുടെ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഭാഗവതത്തിൽ പറയാൻ ഞാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലേ ശരി, അതാണ് ഞാനിത് പറയും. മാതിരി 60,000 പുത്രന്മാരാണ് ഉണ്ടാവുക. അവർക്കാണെങ്കിൽ അച്ഛനെ വളരെ ഇഷ്ടമാണ്, സഗരൻ. അപ്പോൾ സഗര ചക്രവർത്തി എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അതേ സമയത്ത് ആദ്യത്തെ ഭാര്യയുള്ള കേശരിയുടെ പുത്രൻ അസമഞ്ജസൻ അച്ഛനെ തീരെ വകവയ്ക്കില്ല, അച്ഛൻ പറഞ്ഞതൊന്നും കേൾക്കില്ല. പക്ഷേ എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നിയമപ്രകാരം അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ ചക്രവർത്തിയായിട്ട് ഇരിക്കേണ്ടത് ഈ അസമഞ്ജസനാണ്. അതിനയാൾക്ക് ഇഷ്ടമല്ല. എനിക്ക് രാജ്യം ഭരിക്കലും ആ കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ധിക്കാരം കാട്ടിക്കൊണ്ട് നടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇത് പക്ഷേ രാജാവിന് മനസ്സിലാക്കാൻ കഴിയില്ല. താൻ ദുഷ്ടനാണെന്ന് കാണിക്കാൻ അദ്ദേഹം എന്ത് ചെയ്യും ചെന്നോ, ഒപ്പുള്ള കുട്ടികളെയും ഒപ്പുള്ള ആൾക്കാരെയൊക്കെ ദ്രോഹിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കഴുത്ത് പിടിച്ച് പൊക്കി വെള്ളത്തിലിടുക, അങ്ങനെ അവരെ കൊല്ലുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത്. പിന്നെ അച്ഛൻ ഇദ്ദേഹത്തിന് രാജ്യം കൊടുക്കില്ല എന്ന് ഉറപ്പായില്ലേ. ഞാൻ പറഞ്ഞൊന്നും അവൻ കേൾക്കണില്ല. മാത്രമല്ല അവനെ കൊണ്ടിങ്ങനെ കംപ്ലൈൻറ്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കണം. നമ്മൾ മഹാത്മ്യം പറയുമ്പോൾ കേൾക്കലില്ലേ, അച്ഛനും എന്ന മാതിരി. ഏതാ ഈ ഭാഗവത മഹാത്മ്യത്തിൽ കേട്ടില്ല, അതേമാതിരി തന്നെ ഇവിടെ ഈ അശ്വമേധയാഗം നടത്താൻ വേണ്ടിയിട്ട് കുറേ യാഗങ്ങൾ നടത്തി. അവസാനത്തെ യാഗം കൂടി ഇയാൾ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് അയാളുടെ ആ യാഗത്തിനുള്ള കുതിരയെ കട്ടുകൊണ്ടുപോയി. അപ്പം കുതിരയെ കട്ടുകൊണ്ടുപോയ സമയത്ത് യാഗം മുഴുമിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചു. അസമഞ്ജസനോട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ സുമതിയിലുള്ള മക്കളോട്, എത്ര ആളാണെന്ന് ഞാൻ ഈ വീണ്ടും പറയണ്ടല്ലോ, അവരോട് പോയിട്ട് ഈ കുതിരയെ തിരഞ്ഞു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിടിച്ചുകൊണ്ട് വരണം, എവിടെയാണ് കാണാനില്ല, അതുകൊണ്ട് പിടിച്ചുകൊണ്ടുവരണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർ കുതിരയെ അന്വേഷിച്ചു പോയി. ഒരുപാട് ദൂരം ചുറ്റി നടന്ന ശേഷം ഒരു സ്ഥലത്ത് ഒരു ആശ്രമത്തിൻ്റെ മുമ്പിൽ ഇന്ദ്രൻ കൊണ്ടുപോയിട്ട് കെട്ടിട്ട് ഇന്ദ്രൻ അവിടുന്ന് പോയിരിക്കുകയാണ്. ഇത് ഇന്ദ്രനാണ് ചെയ്തതെന്ന് ഇവർക്കും അറിയില്ലല്ലോ. ഇവർ വിചാരിച്ചു. എന്നിട്ട് ആശ്രമത്തിൻ്റെ അപ്പുറത്ത്, ഇന്ദ്രൻ ഇരിക്കേണ്ട അപ്പുറത്ത്, അവിടെ ഒരു മഹർഷി തപസ്സിരിക്കുന്നു. ആരറിയോ? കപില മഹർഷി. അദ്ദേഹം അവിടെയാണ് തപസ്സിരിക്കുന്നത്. ഇതും കൂടി കണ്ട സമയത്ത് ഇവരുറപ്പിച്ചു, അതാ നമ്മുടെ കുതിര ഇവിടെ കൊണ്ടിട്ട് മഹർഷി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്, അയാൾക്ക് എന്തോ ആവശ്യത്തിന്. ഇനി അയാളെ വെച്ചേക്കാൻ പാടില്ല. പക്ഷേ ഇവർ പടസന്നാഹത്തോടു കൂടിയിട്ട് ഈ കപില മഹർഷിയെ കൊല്ലാനായിട്ട് ഇങ്ങോട്ട് അടുക്കാം. അപ്പോൾ ഈ ഒക്കെപ്പാടെ വരുന്ന ബഹളം കേട്ട സമയത്ത് അയാൾ ഒന്നായിട്ട് കണ്ണു വിളിച്ചു. അയാളുടെ കണ്ണിന്ന് അതിഭയങ്കരമായ അഗ്നി വന്നിട്ട് ഈ 60,000 പേരും മരിച്ചു, ചാമ്പലായി, ഭസ്മം കുന്നുകൂടിക്കടന്നു. 60,000 പേരും മരിച്ചുപോയി.
വിവരം അച്ഛനറിഞ്ഞു തൻ്റെ മക്കളൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു പോയി. ഇനി എന്താ ചെയ്യാമായി? ഇവിടെ അസമഞ്ജസൻ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ആയാലും കല്യാണം കഴിച്ചു കൊടുക്കും അച്ഛൻ. ആരെങ്കിലും ഇയാൾ നേരെ പോട്ടെ, അച്ഛൻ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ അത് അയാൾ സമ്മതിച്ചു. കല്യാണം കഴിച്ചിട്ട് ശരി, അതിലൊരു കുട്ടി ഉണ്ടായി. അംശുമാൻ എന്നു പേരായിട്ടൊരു കുട്ടി ഉണ്ടായി, അസമഞ്ജസൻ. പക്ഷെ ആ കുട്ടി നല്ല സ്വഭാവം, അച്ഛനോട് അത്ര അടുപ്പമില്ല, പക്ഷെ അച്ഛനോട് നല്ല അടുപ്പാണ്, സകര ചക്രവർത്തിയോട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ മകൻ കുറച്ച് വലുതായി, കുറച്ച് കാലങ്ങളിങ്ങനെ കഴിയുന്നുണ്ടോ. നമ്മളിപ്പോൾ പകയിൽ വരുമ്പോൾ ഒരു വരിയിൽ കഴിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തൻ്റെ പൂർവികന്മാരായിട്ട് ഏട്ടന്മാരായിട്ട് തന്നെ വരും. അപ്പോൾ അവർ മുഴുവൻ മരിച്ചു. എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല. വെണ്ണീറായി കിടക്കണുണ്ട്. അതുകൊണ്ട് നീ ആ കുതിരയെ ഒന്ന് അന്വേഷിച്ചു പോയിട്ട് എവിടെ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അംശുമാനോട്. ഇത് പറഞ്ഞ് അംശുമാനെ കുതിരയെ അന്വേഷിക്കാൻ വേണ്ടി വിട്ട സമയത്ത് അപ്പോൾ ഈ അസമഞ്ജസന് ഉറപ്പായി, ഇനി തന്നെ അച്ഛൻ എന്തായാലും രാജ്യം ഏൽപ്പിക്കില്ല. തൻ്റെ മകനോട് അച്ഛന് കൂറുണ്ട്, അവർ ചെയ്തോളും. അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് രാജ്യമോ ബാക്കിയുള്ള കാര്യങ്ങളോ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ താൻ ചെയ്തത് എന്ന് പറഞ്ഞ് കുളത്തിലെറിഞ്ഞിട്ടും കങ്കുപോക്കിയിട്ടും മരിച്ചുപോയ കുട്ടികളെയൊക്കെ ജീവനോടെ അസമഞ്ജസൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അത്രയും പ്രത്യേകത ഉണ്ട്. അതിന് മുമ്പ് ഞാൻ നല്ലൊരു യോഗിയായിരുന്നു അദ്ദേഹം. കൊടുത്തു. അപ്പോൾ എന്തിനാണ് ചെയ്തത് നീ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് രാജ്യമോ വേറുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് പ്രത്യേകത ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മായയിൽ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചതാണേ. അപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് അച്ഛന് കാര്യം മനസ്സിലായത്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും അംശുമാനാണല്ലോ. അംശുമാൻ കുതിരയെ അന്വേഷിച്ചു പോയ സമയത്ത് കുതിരയെ കാണില്ല, പക്ഷെ കുറേ ഭസ്മ കൂമ്പാരം കാണുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇതെന്താണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മഹർഷി തപസ്സിരിക്കുന്നു. അപ്പോൾ മഹർഷിയുടെ അടുത്തെത്തി മഹർഷി വന്നപ്പോൾ ആരാധിച്ചു, ഇങ്ങനെയാണ് അച്ഛൻ്റെ ഒരു കുതിരേനെ ആരോ അത് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മക്കൾ അന്വേഷിച്ചു കൊണ്ട് വന്നാണ്. മനസ്സിലായി കാര്യങ്ങൾ. എനിക്ക് മഹർഷിയല്ലേ മനസ്സിലായി. അങ്ങനെ കുതിര അത് അവിടെ നിൽക്കണു. ഞാൻ കുതിരയെ കൊണ്ടുവന്നില്ല, നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ പോയിട്ട് യാഗം കഴിച്ചോളൂ. പക്ഷെ നിങ്ങൾ യാഗം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് പോയ തീപ്പെട്ടിട്ട് ഇവർ മുഴുവൻ മരിച്ചുപോയി. പക്ഷെ അവർക്ക് നല്ലൊരു ശുഭമായിട്ടുള്ള അവസ്ഥ കിട്ടിയിട്ട്, കാരണം ഇങ്ങനെ മരിച്ചു പോയതല്ലേ തീയപ്പെട്ടിട്ട്, കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് വരുത്തി ഗംഗാദേവി വന്ന് ഈ ഭസ്മത്തെ ഒഴിക്കല്ലാതെ അവർക്ക് മോക്ഷം കിട്ടില്ല. അതിനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിനും മോക്ഷം ഉണ്ടാവില്ല, രാജ്യം പുരോഗമിക്കല്ല, അധപ്പതിക്കുക ചെയ്യുക എന്ന് കപില മഹർഷി അംശുമാനോട് പറഞ്ഞു. അംശുമാൻ ഇവിടെ വന്നു അച്ഛനോട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, ഇനി അതിനുള്ള വഴി എന്താ നോക്കണം. ഗംഗയെ കൊണ്ടുവരണം. ഇത് ആദ്യം തുടങ്ങാച്ച വിശ്വാമിത്രൻ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്ന കഥ കേട്ടോ. അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശരി, ഗംഗേനെ വരുത്താൻ എന്താ വഴി എന്നായിരിക്കും. ഗംഗേനെ തപസ് ചെയ്യണം. തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ഗംഗാദേവിയോട് ഈ ഭൂമിയിൽ വന്നൊന്നൊഴുകി ഇവർക്ക് മോക്ഷം കൊടുക്കണം എന്ന് പറയണം. കുറച്ച് ഗംഭീരമായിട്ട് തപസ് ചെയ്യും. ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടില്ല.
കുറച്ചും കൂടി നോക്കിയിട്ടും പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, അംശുമാൻ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാളൊരു വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായി, ഒരാൺകുട്ടി, ദിലീപ് എന്ന് പേരായിരുന്നു അയാൾ. ദിലീപ് ജനിച്ച ശേഷമാണ് അംശുമാൻ മരിച്ചു പോയത്. ദിലീപാണ് പിന്നെ ചക്രവർത്തിയായത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ അപമരണോ അതും ഇതൊക്കെ ആയിട്ട് നാട്ടിലും പ്രശ്നങ്ങളാണ്. ശരിയാവണമെങ്കിൽ ഇവർക്ക് മോക്ഷം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛൻ പോയിട്ട് ഗംഗേനെ തപസ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടാതെ വന്ന് എന്നറിഞ്ഞ ഈ ദിലീപ് പോയിട്ട് ഗംഗാദേവിയെ തപസ് ചെയ്തു. യാതൊരു കാര്യം ഉണ്ടായില്ല, ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടില്ല. ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷം വന്നു. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹവും കല്യാണം കഴിച്ചു. അദ്ദേഹത്തിനൊരു മകനുണ്ടായി, അതാണ് ഭഗീരഥൻ. കേട്ടിട്ടുണ്ടാവും പേരല്ലേ? നമ്മൾ ആരെങ്കിലും കഠിനാധ്വാനമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനങ്ങനെ ഭഗീരഥ പ്രയത്നം അടിക്കണം അല്ലേ, പറയില്ലേ നമ്മളെ ഇല്ലേ? ഓരോരുത്തരും നമ്മൾ കുട്ടിയാകുമ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അമ്മയൊക്കെ പറയും ഇങ്ങനെ ഭഗീരഥ പ്രയത്നം അടിക്കേണ്ടത്. എന്താ ഭഗീരഥൻ, എന്താ ഏതാന്നൊക്കെ നമ്മൾക്ക് ഇത് വല്ലതും അറിയോ? ഭഗീരഥൻ ഗംഗാദേവിയെ തപസ് ചെയ്തു, പ്രത്യക്ഷപ്പെട്ടില്ല. വളരെ കഠിനമായ വീണ്ടും വീണ്ടും തപസ് ചെയ്ത സമയത്ത് ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്താ ചോദിച്ചു? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഭൂമിയിൽ വരാം, ഭൂമിയിൽ വന്ന എനിക്ക് തപസ്സിൽ സന്തോഷമായി, അതുകൊണ്ട് അങ്ങയുടെ ആവശ്യപ്രകാരത്തിൽ ഞാൻ ഭൂമിയിൽ വരാം. പക്ഷേ ഞാൻ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ശക്തി മൂലം എന്നെ കാക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ഭൂമി അങ്ങനെ കുഴിഞ്ഞു പോയി പാതാളത്തിലേക്ക് പോകും. അതിന് പറ്റിയ ആൾ നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് വന്നാൽ മാത്രമേ എനിക്ക് വരാൻ പറ്റില്ല, അല്ല ഇല്ലെങ്കിൽ ഭൂമിയും കൂടി പോകും പറഞ്ഞു. അപ്പോൾ അതിനെ ആരാണെന്ന് ഭഗീരഥൻ ആലോചിച്ചപ്പോൾ ശിവഭഗവാൻ. അതാണ് ഭഗീരഥ പ്രയത്നം പറഞ്ഞത്. ശിവഭഗവാനെ തപസ് ചെയ്യും. കുറേ തപസ്സായപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് മുഴുവൻ ഈ ഭഗീരഥൻ പറഞ്ഞു. ആയിക്കോട്ടെ, ഗംഗ വന്നാൽ ഞാൻ താങ്ങിക്കോളാം, കുഴപ്പമില്ല, എൻ്റെ ശിരസിലേക്ക് ചാടാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഭഗീരഥൻ വന്ന് ഗംഗാദേവിയോട് ഇങ്ങനെ ശിവഭഗവാൻ അങ്ങേ സ്വീകരിക്കാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജടയിലേക്ക് ചാടിയാൽ മതി, സ്വീകരിക്കും എന്ന് പേരായി പറഞ്ഞു. അങ്ങനെ ഗംഗാദേവി അവിടുന്ന് ഭൂമിയിൽ നിന്ന് ശിവൻ്റെ ശിരസിലേക്ക് ചാടി. അദ്ദേഹം സ്വീകരിച്ചു. ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോവാതെ മുദ്ദേഹം അദ്ദേഹം ശിരസിലേക്ക് ആവാഹിച്ചു അവിടെ നിർത്തി. വീണ്ടും വന്നു ഭഗീരഥൻ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ശിരസിലിരുന്ന് മനസ്സിലായി. പക്ഷേ ഇവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഇതിലൂടെ ഒന്ന് ഒഴുകണം. അപ്പോൾ ഈ ഗംഗാദേവി വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഞാനിങ്ങനെ വന്ന് നിങ്ങളുടെ ജ്യേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട് ഒഴുകി അവർക്ക് മോക്ഷം കെടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നദിയിൽ വന്നിട്ട് ലോകത്തുള്ള സർവ്വപാപികളും ഇതിൽ വന്ന് കുളിക്കലും മുങ്ങലും. അപ്പോൾ അവരുടെ പാപങ്ങളും കൂടി ഞാൻ എല്ലാവരെയും ഏറ്റെടുക്കേണ്ടി വരും. നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും, പലതരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ പാപം കൂടി ഞാൻ ഏറ്റെടുക്കണ്ടേ? അതെനിക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ദിലീപിൻ്റെ അടുത്തൊരു ചോദ്യം ഈ ഭഗീരഥനോട് ചോദിക്കും. അപ്പോൾ ഭഗീരഥൻ ആ കാര്യം ശിവഭഗവാനോട് കൂടി പറയും, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പോൾ പറയുക സാരില്ല, ഗംഗാദേവിയോട് പറയൂ, നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ എൻ്റെ പാപങ്ങളെ രക്ഷിക്കണേ, ഈശ്വര വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. അതുകൊണ്ട് ഗംഗാദേവിക്ക് ഒരു മോശവും വരില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഭഗീരഥനോട് ഗംഗാദേവിയോട് പോയി പറയാൻ പറയും. അതും കൂടി ഭഗീരഥൻ ഗംഗാദേവിയോട് പറഞ്ഞു. ശേഷമാണ് തൻ്റെ ശിരസിലേക്ക് ആവാഹിച്ച് ഇദ്ദേഹം ശിരസിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഇവർക്ക് മോക്ഷം കൊടുക്കാൻ ഒഴുകണ്ടേ. അപ്പോൾ വീണ്ടും ഭഗീരഥൻ പറഞ്ഞ സമയത്ത് തൻ്റെ തലയെന്ന് ഒരു ജട പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടപ്പോൾ അത് കൂന്ന് ഗംഗ ഒഴുകലാണ്. അങ്ങനെ ഗംഗ വന്ന് ഒഴുകി ഈ ഭസ്മക്കൂമ്പാരത്തിൽ കൂടെ ഒഴുകി അവർക്ക് മുഴുവൻ മോക്ഷം കൊടുക്കും.
അത്രയും പരിപാവനമായിട്ടുള്ള, അത്രയും ഈ 60,000 പേർക്കും മോക്ഷം കൊടുത്തിട്ടുള്ള അത്രയും ഗംഭീരമായ ഗംഗാദേവിയാണ് ഈ ഒഴുകുന്നത് എന്ന് വിശ്വാമിത്രൻ ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് കഥ. അപ്പോൾ ആ ഗംഗാദേവിയുടെ കഥയാണ് ആദ്യം തന്നെ ശ്രീരാമസ്വാമിക്ക് അയക്ക് പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹനുമാൻ സ്വാമിയുടെ ജനനത്തെ പറ്റിയിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹനുമാൻ ജനിച്ചത്, ഹനുമാൻ ആരുടെ മകനാണെന്ന് കൃത്യമായിട്ട് അറിയോ ആർക്കെങ്കിലും? ശിവൻ്റെ മകനാണ്. പക്ഷേ നമ്മൾ അനില ഭഗവാൻ, അനിലാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടാണ് അറിയാം. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ശിവഭഗവാനും, ഞാൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിട്ടല്ല, ശിവഭഗവാനും പാർവതി ദേവിയും കൂടി നടക്കുന്ന സമയത്ത് കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുരങ്ങന്മാരെ കാണുകയാണ്. അപ്പോൾ ശിവഭഗവാന് പാർവതി ദേവി നമുക്കിങ്ങനെ കുരങ്ങന്മാരായിട്ട് പറയാവർപ്പോൾ പാർവതി ദേവി പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഇതിന് മുമ്പേ നമ്മൾ ആനകളെ കണ്ടിട്ട് രമിച്ചിട്ടാണ് ഗണപതി ഉണ്ടായത്. ഇനി എനിക്കൊരു കുരങ്ങൻകുട്ടി കൂടി ഉണ്ടാവാൻ പറ്റില്ല എന്ന് പാർവതി ദേവി തീർത്തു പറഞ്ഞു. പക്ഷേ അപ്പോഴേക്ക് ഗർഭിണി ആയിക്കഴിയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗർഭിണിയാണല്ലോ, ഇനി എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, ആ ഗർഭത്തെ നമുക്ക് മറ്റൊരാൾക്ക് മാറ്റാം എന്ന് ഭഗവാൻ പറയാം. ശരി, അതെങ്ങനെ? അത് ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം അതിഭയങ്കരമായ കാടൊക്കെ കുലുക്കുന്ന അത്ര ഗംഭീരമായിട്ടൊരു ഭൂമിക്കുലുക്കന്മാരി ഒരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ദേവസ്ത്രീ, ആരാണ്? വിജയലക്ഷ്മി. ആ വിജയലക്ഷ്മീനെ അടിച്ചിട്ട് ലങ്കാലക്ഷ്മിയായിട്ട് മാറി ഹനുമാൻ വന്ന് അടിച്ചാൽ മോക്ഷം കിട്ടുമെന്നുള്ള കഥ പറഞ്ഞത്. അതേമാതിരി തന്നെ ദേവലോകത്ത് കുഞ്ചികസ്ഥല എന്നു പേരായിട്ടൊരു ദേവസ്ത്രീ ഉണ്ടായിരുന്നു. പേരുകളൊക്കെ ബുദ്ധിമുട്ടാണ്. കുഞ്ചികസ്ഥല എന്ന പേര്. അവരും ദേവലോകത്ത് വെച്ച് കുഞ്ചികസ്ഥല വിഷമാണ്. അവിടെ എന്തോ പ്രശ്നമായപ്പോൾ ബ്രഹ്മാവ് ശപിച്ചു ഭൂമിയിൽ പോയിട്ട് ജനിക്കാൻ. അങ്ങനെ അവരും ഭൂമിയിലെത്തി. അപ്പോൾ ഇവിടെ ഭൂമി കുലുക്കന്മാരൊരു കാര്യം ഭഗവാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു ആല് മാത്രം ഒരനക്കം കൂടാതെ അവിടെ തന്നെ നിന്നു എന്നാണ്. അപ്പോൾ അതോടെ ഉണ്ടാവും. അനില ഭഗവാനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാദേവൻ ചെയ്തത്. അനിലിനെ കണ്ടു കിട്ടണം. അനിലിനോട് പറഞ്ഞിട്ട് ഈ ഗർഭത്തെ അനിലിനോട് പറഞ്ഞിട്ട് അനിലിൻ്റെ അടുത്ത് കൊടുത്തേക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു മാത്രം ആര് കുറേ തിരഞ്ഞ് കാണാഞ്ഞപ്പോൾ ഒരു ഭൂമി കുലുക്കന്മാരുണ്ടാക്കിയപ്പോൾ ഈ മരത്തിന് മാത്രം ഒരു ഇളക്കം കാണാനില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഉണ്ടാവും. ഇദ്ദേഹം പറഞ്ഞ ശിവഭഗവാൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അനില ഭഗവാൻ. അപ്പോൾ അങ്ങനെ കാണാം. എന്തേ വന്ദിച്ചു, ശിവഭഗവാനെ വന്ദിച്ചു. എന്താ ചോദിച്ചു? കുഞ്ചികസ്ഥല ബ്രഹ്മാവിൻ്റെ ശാപം ഏറ്റ് ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവർക്ക് മോക്ഷം കൊടുക്കണം. അതിന് ഇപ്പോൾ പാർവതി ദേവി ഗർഭിണിയാണ്. മോക്ഷം ചോദിച്ച സമയത്ത് അതിപ്രശസ്തനായിട്ടും അതിശക്തനുമായിട്ടും നനക്ക് ഒരു ഗർഭം ധരിക്കേണ്ടതായിട്ട് വരും. അതോടുകൂടി നനക്ക് മോക്ഷം കിട്ടുമെന്നാണ് ശാപമോക്ഷം ബ്രഹ്മാവ് കൊടുത്തിട്ടുള്ളത്. ഇത് പ്രകാരത്തിൽ ആ സ്ത്രീ എവിടെയാണ് കണ്ടുപിടിച്ച് ആ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് ഇപ്പോൾ പാർവതിയുടെ ഗർഭം മാറ്റേണ്ട ഉത്തരവാദിത്വം അനില ഭഗവാനെ ഏൽപ്പിച്ച്
ആ ബീജം അനില ഭഗവാന്റെ അടുത്ത് കൊടുക്കുക. അനില ഭഗവാൻ അങ്ങനെ ഈ കുഞ്ചികസലെ കണ്ടുകിട്ടിയിട്ട് ഈ ഗർഭം കുഞ്ചികസലേക്ക് മാറ്റി. അവർ ഗർഭിണിയോടുകൂടി അവരുടെ ആ ഭൂമിയിലുള്ള രൂപമൊക്കെ കുറേശ്ശെ മാറ്റം തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, അനില ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, നല്ലൊരു പുത്രനെ നീ ജനിപ്പിക്കും. ആ ജനിച്ച പുത്രൻ ലോകം മുഴുവൻ പേര് കേട്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരാളായി മാറി എനിക്ക് മോക്ഷം കിട്ടിപ്പോകുമ്പോൾ പറഞ്ഞ മാതിരി സമയം ആയ സമയത്ത് ആ സ്ത്രീ പ്രസവിച്ചു. അപ്പോൾ ആഞ്ജനേയൻ എന്നുള്ള പേരുണ്ടല്ലോ ഹനുമാന്, ഈ സ്ത്രീയുടെ പേര് ഹനുമാനെ അതോടുകൂടി പ്രസവിച്ചതോടുകൂടി ആഞ്ജനേയ എന്നുള്ള സ്ത്രീയായി മാറി. അതിഗംഭീരമായിട്ടുള്ള ഹനുമാൻ സ്വാമി അവിടെ പിറന്ന് കുറഞ്ഞു കഴിഞ്ഞ വഴിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല, എനിക്ക് പ്രസവിക്കേണ്ട ചുമതലയുള്ളൂ, ഞാൻ എന്താ ദേവലോകത്തേക്ക് പോകണമെന്ന് ആഞ്ജനേയ വീണ്ടും ദേവലോകത്തേക്ക് പോയി. നല്ല തുടുത്തമായിട്ട് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു തിന്നു, നടക്ക് ആഹാരത്തിന് പറ്റുന്ന സാധനമാവും എന്ന് പറയും. അതോടുകൂടി പിന്നെ ഈറ്റയെ തിരിഞ്ഞു നോക്കാതെ അവർ പോകും. ഭഗവാൻ കണ്ണു വിളിച്ചിട്ട് നോക്കുമ്പോൾ തുടുത്തതായിട്ട് കണ്ട രാവിലെ സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന ഒരു തുടുത്ത പഴം പോലെയാണ് കാണുന്നത്. അത് എന്നാ പഴം കിട്ടിയെന്ന് വിചാരിച്ചാൽ പിടിക്കാൻ വേണ്ടിയിട്ട് സൂര്യഭഗവാനെ പിടിച്ച് മുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് സൂര്യഭഗവാന്റെ അടുത്ത് എത്തിയാൽ ആൾ ഭസ്മായി പോവില്ല. അപ്പോഴേക്ക് ദേവന്മാരെല്ലാവരും കൂടി പറഞ്ഞു. ഇത് പക്ഷേ ഈ വിവരം അനില ഭഗവാനും കേട്ടു. അതോട് കൂട്ടിയിട്ട് വായു നിന്നു. തൻ്റെ മകൻ അങ്ങനെ മരിക്കാൻ പറ്റില്ല. വായുവിന് മനസ്സിലായി തൻ്റെ മകനാണല്ലോ ഇപ്പോൾ, കാരണം താനാണ് ആ ഗർഭം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചത്. വായു നിർത്തിയപ്പോഴേക്ക് എല്ലാവരും ശ്വാസം മുട്ടി പ്രശ്നമായ സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി അനിൽ ഭഗവാന്റെ കാല് പിടിക്കാൻ തുടങ്ങി. ഇല്ല പറഞ്ഞ് വേഗം ഹനുമാനെ തിരിച്ചുകൊണ്ട് മകനൊന്നും പറ്റാത്ത രീതിയിലാക്കും. അങ്ങനെ ഈ ആഞ്ജനേയ അനില ഭഗവാനോട് ഗർഭം ധരിപ്പിച്ച ആ കുട്ടിയാണ് ഹനുമാൻ എന്നാണ് ആ പറഞ്ഞ കഥ. ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്ക് കൂടി പോവാം. നമ്മളിപ്പോൾ ധാരാളം കഥകൾ കേട്ടു. ഇവിടെ ഇപ്പോൾ രാമായണം ആണിപ്പോൾ ഈ മാസത്തിന് തന്നെ നമ്മൾ പറയാം അല്ലേ. പൊതുവേ കർക്കിടക മാസത്തിലൊന്നല്ല ശ്രീരാമസ്വാമി ജനിച്ചിട്ടുള്ളത്, എങ്കിലും നമ്മൾ കേരളീയത്തിൽ ഇപ്പോൾ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഏത് അമ്പലത്തിൽ പോയാലും, എത്ര ചെറിയ അമ്പലമായാലും എത്ര വലിയ അമ്പലമായാലും അവിടെ രാമായണം വായന നടക്കണുണ്ട് അല്ലേ. രാമായണം എന്ന് നിങ്ങളൊന്ന് എഴുതിയിട്ട് അക്ഷരം നോക്കി നോക്കൂ. ര പിന്നെ ആ എന്നുള്ളതിന് ദീർഘം, മ ദീർഘം, യ നം, 7 അക്ഷരമായിട്ടാവില്ല അല്ലേ. അതേമാതിരി തന്നെ രാമായണത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 7 കാണ്ഡങ്ങളല്ലേ ഉള്ളത്. അതേപോലെ രാമരാവണ യുദ്ധം 7 ദിവസമാണ്. അതുപോലെ തന്നെ രാമൻ്റെ ജന്മനക്ഷത്രം എന്താ? പുണർതം അല്ലേ. 7ാമത്തെ നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർതം അല്ലേ 7ാമത്തെ. അതേമാതിരി തന്നെ സീതാദേവി ഗർഭിണിയായി. എത്ര മാസത്തിലാണ് സീതാദേവീനെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കി അറിയും? 7ാമത്തെ മാസത്തിൽ. നമ്മൾ കപിലോപദേശം ഭാഗവതത്തിൽ വായിക്കുമ്പോൾ പറയും, ഏതൊരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ 7 മാസം മുതൽക്കാണ് ആ കുട്ടിക്ക് ബോധം വരിക എന്ന് പറയും അല്ലേ. 7ാം മാസം മുതൽക്കാണ് പിന്നെ പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് പറയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, എന്താ കേൾക്കാൻ പറ്റും. ഇതാണ് പണ്ട് കാലത്ത് വയസ്സായ അമ്മമാർ, നിങ്ങളെമാരുള്ളവരൊക്കെ പറയും, നമ്മുടെ വീട്ടിൽ മക്കളോ മരുമക്കളൊക്കെ ആയിട്ട് വിചാരിച്ചാൽ 7ാം മാസം കടുമാങ്ങ വല്ലാണ്ട് കൂട്ടണ്ട നീ എന്നൊക്കെ പറയില്ലേ. കുട്ടി വലുതാവുമ്പോൾ കുട്ടിക്ക് വിഷമം വരണ്ട വിചാരിച്ചിട്ടാണ് ഇതൊക്കെ. 7ാം മാസത്തിലാണ് ഈ സീതാദേവി വാൽമീകിയുടെ കൊട്ടാരത്തിൽ
കൊണ്ടയാക്കുന്നത്. അതേമാതിരി തന്നെ ഇന്നലെ ബ്രഹ്മാവ് നിർദ്ദേശിച്ച കൂട്ടത്തിലാണ് രാമായണം രചിക്കാൻ വേണ്ടിയിട്ട് വാൽമീകിയെ പൂർണ്ണമായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്ന് പറഞ്ഞിട്ട് വാൽമീകിയെ രാമായണം എഴുതാൻ പ്രേരിപ്പിച്ചത് സപ്തർഷികളാണ്. 7 ആൾക്കാർ അറിയില്ലേ? കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജഗദഗ്നി, ഭരദ്വാജൻ. 7. അതും 7ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതാണ്. ശ്രീരാമസ്വാമി സൂര്യവംശജനാണ്. അദ്ദേഹം 7 കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് അദ്ദേഹം നടക്കുന്നത്. അങ്ങനെയാക്കി പോകുന്നു ആ വക കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു വാലി സുഗ്രീവ യുദ്ധം ഉണ്ടായ സമയത്ത്, ആ സമയത്ത് യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പേ സുഗ്രീവൻ ഋഷിമുഖാചലത്തിലാണല്ലോ താമസിക്കുന്നത്. ആ താമസിക്കുന്ന സമയത്ത് സുഗ്രീവൻ ഭാര്യയെ വന്നിട്ട് യുദ്ധത്തിന് വിളിച്ചു. യുദ്ധത്തിന് വിളിച്ച സമയത്ത് ഭാര്യ യുദ്ധത്തിന് പോയി. 2 പേരും കൂടി യുദ്ധം ചെയ്തു. ഭാര്യയ്ക്ക് സുഗ്രീവന് തോൽവി വന്ന സമയത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഇവിടെ വന്ന് ശ്രീരാമസ്വാമിയുടെ അടുത്ത് സങ്കടം പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളെ 2 ആളെയും കണ്ട എനിക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിനക്കിപ്പോൾ യുദ്ധത്തിൽ തോൽവി വന്നിട്ട് എനിക്ക് ആരാണ് ഭാര്യ, ആരാ നീയെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശ്രീരാമസ്വാമി ഒരു മാല കൊടുക്കുന്നത്. അത് നമ്മൾ ആ ഭാര്യ സുഗ്രീവ യുദ്ധം വായിക്കുമ്പോൾ നമുക്ക് അറിയണില്ലേ? അച്ഛൻ കൊടുത്തൊരു മാല ഭാര്യയ്ക്കും. ഇന്ദ്രൻ, ഇന്നലെ ഞാൻ പറഞ്ഞു കഥ പറയുന്ന സമയത്ത്, ഇന്ദ്രനൊരു മാല കൊടുത്തിട്ടുണ്ട്. ആ മാലയിൽ നിന്ന് ആരെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ ഭാര്യയെ, പക്ഷെ ഭാര്യയുടെ നേരെ ഏത് രാജാവ് ആര് ചെന്ന് കഴിഞ്ഞാലും ഭാര്യയുടെ പകുതി ശക്തി അവർക്ക് പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഗ്രഹം അവിടെ കൊടുത്തിട്ടുണ്ട്. ശേഷം സുഗ്രീവൻ മാല കിട്ടിപ്പോയപ്പോൾ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇതാണ് സുഗ്രീവൻ എന്ന് മനസ്സിലായ ശേഷമാണ് ആ അസ്ത്രം ശ്രീരാമസ്വാമി അയക്കുന്നതും അതേമാതിരി തന്നെ വധം ഇങ്ങനെ സുഗ്രീവനെ വധിക്കാനും സാധിക്കണം ശ്രീരാമസ്വാമിക്ക് എന്ന് പറയും. ഇതിന് മുമ്പുള്ള ഒരു കാര്യത്തിലുണ്ട്. ഇവിടെ ഈ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനാണല്ലോ ലക്ഷ്മണൻ കൊണ്ട് ആക്കുന്നത് സീതേനെ. അവിടെയാണ് വളരുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ അഹല്യയുടെ കഥ പറഞ്ഞ മാതിരി തന്നെ സീതാദേവിയുടെ ഉള്ളിലും തനിക്കുണ്ടാവുന്ന കുട്ടികൾ ഇവിടെ അയോധ്യയിൽ വളരരുത് എന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയോധ്യ നിവാസികൾ നല്ല ആൾക്കാരൊന്നുമല്ല. കാരണം നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മണ്ണാൻ്റെ അല്ലേ ഒരു കഥയിൽ പറയുന്നുണ്ടല്ലോ, അങ്ങനെ വിവരദോഷിയായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ഇടയിൽ തൻ്റെ മക്കൾ വളർന്നാൽ അവർക്കും ഇവരുടെ കൂടെയല്ലേ നടക്കുക. അപ്പോൾ സീതാദേവിക്കും കൂടി അങ്ങനെ തൻ്റെ മക്കൾ ഇവിടെ അയോധ്യയിൽ വളരരുത് എന്നൊരു മോഹം കൂടി ഉണ്ടായിക്കൊണ്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ടാക്കുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ച് ജീവിക്കുന്ന സമയത്ത് കുട്ടികൾ 2 ആളുണ്ടല്ലോ. ഇവിടെ ശ്രീരാമസ്വാമി ഞാൻ പറഞ്ഞു നേരത്തെ രാജാക്കന്മാരെ അശ്വമേധയാഗം കഴിക്കണം എന്ന് പറയുന്നു. അശ്വമേധയാഗം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാവരെയും പോയിട്ട് എല്ലാവരെയും സമ്മതം എല്ലാവരുടെ അടുത്തും കപ്പം വാങ്ങിയിട്ട് വേണമല്ലോ.
ആ സമയത്ത് അശ്വമേധയാഗം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കുതിരയെ മുമ്പിൽ വിട്ടുവിട്ടൊരു പിന്നാലെയാണോ ശത്രുഘ്നനാണ് കുതിരയും കൊണ്ട് പോകുന്നത്. കുട്ടികൾ ലവകുശന്മാരെ പിടിച്ചു കെട്ടി ശത്രുഘ്നൻ അവരോട് മത്സരിച്ചു. പക്ഷേ യുദ്ധം ചെയ്തിട്ട് ശത്രുഘ്നൻ തോറ്റ് തിരിച്ചു മടങ്ങി വന്ന ശേഷം എന്നാൽ ഞാൻ തന്നെ പോവാ പറഞ്ഞ ശ്രീരാമസ്വാമി വരൂ കുതിരയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുമ്പോൾ അവർ ശ്രീരാമസ്വാമീനെ കുട്ടികളെ യുദ്ധത്തിന് വിളിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇതാരാണെന്ന്. ഞാൻ ഇവരോട് യുദ്ധം ചെയ്യില്ല, ഇവരെ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ അയോധ്യയ്ക്ക് പ്രിയ പറഞ്ഞു ശ്രീരാമസ്വാമി തിരിച്ചു പോയിട്ടാണ് ഹനുമാനെ വിടുന്നത്. പിന്നെ ഹനുമാനും കുട്ടികളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ്. അതിലൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഇതുണ്ട്. ഹനുമാൻ സ്വാമി കുട്ടികളായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്ന സമയത്ത് കുട്ടികളായിട്ട് ഇങ്ങനെ കുറച്ച് കളിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും കുതിരയെ കൊണ്ടുപോകും പറഞ്ഞ് പിടിക്കാൻ തുടങ്ങിയാൽ കുട്ടികൾ തമ്മില്ല, കുട്ടികൾ യുദ്ധത്തിന് നിൽക്കാനാണ് പറഞ്ഞത്. എന്നാൽ ശരി പറഞ്ഞു കുട്ടികളായിട്ട് കുറച്ച് കളിക്കാൻ വിചാരിച്ച് യുദ്ധം ചെയ്യുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന അസ്ത്രമൊക്കെ ഹനുമാൻ സ്വാമി ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങോട്ടൊന്നും ചെയ്യില്ല. അവസാനം കുട്ടികൾ നമുക്കെന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഈ ഹനുമാനെ ചങ്ങലക്കിട്ട് ബന്ധിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയാം. എന്നിട്ട് കുട്ടികൾ ഈ ഹനുമാനെ ബന്ധിച്ച് അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ഹനുമാനെ പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. കാണാൻ ഇങ്ങോട്ട് പറ്റില്ല ചെയ്തൊക്കെ. കാരണം രാവണൻ്റെ കോട്ടയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുമ്പോൾ അവിടുന്ന് വെച്ച് കണ്ടിട്ടുള്ളതല്ലേ. കാരണം നമ്മൾ ഈ സുന്ദരകാന്ഡം വായിക്കുമ്പോഴേ ഇല്ലേ വളരെ രസകരമായിട്ടാണ് എഴുത്തച്ഛൻ അതുകൂടെ കൊടുത്തത്. സകല ശുഖകുലവിമരതീരകലേ പരേ സാരസ്യ പീയൂത സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുട്ടലീലകൾ കേട്ടാൽ മതീവരാം അല്ലേ. അത് അങ്ങനെ ശ്രീരാമസ്വാമി അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ആ ശ്രീരാമസ്വാമി മുഖാന്തരാണ് താൻ പിന്നീട് ഇവിടെ എത്തിപ്പെട്ട് എന്ന് മനസ്സിലാക്കുക. വളരെ ഇന്നലെ ഞാനൊരു പാട്ട് പാടിയില്ലേ ഇതിൻ്റെ ഓരോ ഭാഗത്തിലത്തെ ഓരോ കുറേശ്ശെ കാരണം ആ സമുദ്രലംഘന സമയത്ത് ലവണജലനിധിശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചൊല്ലുവാൻ മാരുതി മനുജ പരിവിട ചലന നളിനയുഗളം മുത മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരുടെ അഴിവിതം വനസഹിതമുര ചെയ്തു കണ്ടുകൊള്ളുവൻ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചാടിപ്പോകുമ്പോഴാണ് പതക പതിരിവ പവന സുതനത വിഹായ സ്ഥാപാനുബിംബാപയാ പോകും ദശാന്തരെ അമരസമുദയ മനില തനയ ബലവേഗങ്ങളാലോക്യ ചെന്നാൽ പരീക്ഷണാർത്ഥം തഥാ സുരസയുടെ പവന സുതഗതി മുടക്കുവാൻ പൂർണ്ണം നടന്നിതു നാഗജനേരിയം. എന്നല്ല ഞാൻ ആ പാട്ടിൽ നിങ്ങൾക്കത് പാടിത്തന്നു അല്ലേ. പോകുന്ന സമയത്ത് നാഗങ്ങളുടെ അമ്മയായ ഇവർ തടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് വായ പൊളിക്കാൻ പറഞ്ഞു. വായയിൽ ചാടി രക്ഷപ്പെട്ട് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പാടിത്തന്നു. ഏതായാലും അത്രയുള്ള പരാക്രമങ്ങൾ കാട്ടിയുള്ള ആ ഹനുമാൻ സ്വാമിയെ തൻ്റെ മക്കൾ ബന്ധിച്ചു കൊണ്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട സമയത്ത് രണ്ട് കയ്യും കൂട്ടി കെട്ടിയിട്ടായിരിക്കണത്. അങ്ങനെ സീതാദേവിയുടെ കാൽക്കൽ ഇങ്ങനെ കിടക്കുകയാണ് ഹനുമാൻ. ആ സമയത്ത് വളരെയധികം സങ്കടമായും കൊണ്ട് ഹന്ത ഹനുമാനേ ചിന്തിതയ്യോ മഹാപാപം ഹന്ത ഹനുമാനേ ചിന്തിതയ്യോ മഹാപാപം
സുഖവും എന്ന് പറഞ്ഞേ. കാരണം തന്നെ ഇങ്ങനെയുള്ളൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ ഭഗവാന്റെ അങ്കുലീയം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ രാവണൻ്റെ ഇച്ഛാഭംഗമൊക്കെ കേട്ട് അവിടെ ചെന്ന് ഈ അങ്കുലീയം കൊടുത്ത് അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്ന ആളാണ്. ഈ തരത്തിൽ ഇത് കണ്ടപ്പോഴേക്ക് സീതാദേവിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ എന്താ നിങ്ങൾ കാട്ടിയേ എന്ന് മക്കളോട് ചോദിക്കുമ്പോൾ വേഗം അവർക്കറിയില്ല തൻ്റെ അമ്മയെ രക്ഷിച്ച ആളാണെന്ന്. വേഗം കെട്ടക്കഴിച്ചു വിടാൻ പറയും. അങ്ങനെ കെട്ടക്കഴിച്ചു വിട്ട സമയത്ത് ഹനുമാനോ ആ കാലത്ത് ഇത് കഴിഞ്ഞു പോയിട്ട് രാജാഭിഷേകമൊക്കെ കഴിഞ്ഞ ശേഷം ലക്ഷ്മണൻ ഇവിടെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് അപ്പോഴാണ് പിന്നെ ഹനുമാൻ സ്വാമി അവിടുന്ന് കാണുന്നത്. സുഖമോ ദേവി സാം കാരണം അന്ന് രാജാഭിഷേകത്തിന് വെച്ച് അവിടുന്ന് കണ്ട ശേഷം ഹനുമാൻ പിന്നെ സീതാദേവിയെ കാണുന്നത് ഇപ്പോഴല്ലേ. ആ ഒരു ഭാഗം ഭയങ്കരമാണ്. നമുക്കത് ചിന്തിക്കാൻ കൂടി വഴിയില്ല എന്നുള്ള പ്രശ്നം. അതിനുശേഷം എന്താ ഇപ്പോൾ വന്ന ചോദിച്ചപ്പോൾ കുട്ടികളിങ്ങനെ ശ്രീരാമസ്വാമിയുടെ അക്ഷമേധത്തിനുള്ള ആ കുതിരയെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ വന്നതാണ് എന്ന് പറയാം. വേഗം അഴിച്ചുവിടാൻ പറയും. അതോടൊപ്പം ചോദിക്കും, അശ്വമേധ യാഗം രാജാവ് കഴിക്കുമ്പോൾ ഭാര്യ ഒപ്പം വേണം. അപ്പോൾ ആ ഭാര്യയുടെ സ്ഥാനത്ത് ആരാണ് അവിടെ എന്നാണ് ചോദിക്കുക. ഹനുമാനോ? ആലോചിച്ച് നോക്കൂ ആ വിഷമം മനസ്സിലത്തെ സീതാദേവിയുടെ. ഇപ്പം പറയും, കാരണം വേറെ കല്യാണം കഴിക്കുക വേറെ ഭാര്യ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ കൂടെയും കൂടി ആവാം വേണമെങ്കിൽ. പക്ഷെ ശ്രീരാമസ്വാമി ഏകപത്നി വ്രതക്കാരനാണ്, അതും അറിയാം സീതാദേവിക്ക്. എങ്കിലും ചോദിക്കുക. അപ്പം പറഞ്ഞു, അശ്വമേധയാഗത്തിന് രാജാവിൻ്റെ ഒപ്പം പത്നി വേണം. അപ്പോൾ സ്വർണം കൊണ്ട് അങ്ങയുടെ ഒരു പ്രതിമ കെട്ടിയുണ്ടാക്കി അങ്ങനെ ആ പ്രതിമ വെച്ചിട്ടാണ് ഈ യാഗം നടത്തുന്നത് എന്ന് സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ആണ് കുതിരയും കൊണ്ട് ഹനുമാൻ സ്വാമി അവിടുന്ന് തിരിഞ്ഞു പോവുക. അതിനുശേഷം ആ യാഗത്തിന് കൂടി സീതാദേവി വന്ന് പങ്കെടുത്ത് അവിടെ വെച്ചിട്ട് പിന്നെ തൻ്റെ ജീവനെ ഇങ്ങനെ ഭൂമിദേവിക്കായിട്ട് സീതാദേവി അവിടുന്ന് മറഞ്ഞു പോകുന്നതായിട്ടാണ് കാരണം. അതോടൊപ്പം പിന്നെ കുറച്ച് കാര്യം ശ്രീരാമസ്വാമി രാജ്യം ഭരിച്ചു. ശ്രീരാമസ്വാമി രാജ്യം ഭരിക്ക് ഇനി തനിക്കും സ്വധാമപ്രവേശത്തിന് ആയിട്ട് പോകണം എന്ന് തോന്നിയിട്ട് യമനെ വരുത്തുകയാണ്. കാരണം നമ്മൾ ആര് ജനിച്ചാലും നമുക്ക് യമൻ ആണല്ലോ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം. അപ്പം യമനെ അടുത്ത് വരുന്ന സമയത്ത് യമനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കണം. ഞാനിവിടെ രാവണവധത്തിനായിട്ട് വന്നു, രാവണവധം കഴിഞ്ഞു, കുറച്ച് കാലം രാജ്യം ഭരിച്ചു, ഇനി സ്വധാമപ്രവേശത്തിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ യമൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അങ്ങയോട് സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാനും അങ്ങും തമ്മിൽ സംസാരിക്കുന്നത് മറ്റൊരാളും കേൾക്കാൻ പാടില്ല, സ്വകാര്യമായിട്ട് സംസാരിക്കണം. അപ്പോൾ ശ്രീരാമസ്വാമി ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു റൂമിലേക്ക് പോവാം, ആ റൂം അടച്ചിട്ട് ഇരിക്കാം.
റൂമിൻ്റെ പുറത്ത് ലക്ഷ്മണനെ കാവൽ നിർത്താം. ലക്ഷ്മണനെ കാവൽ നിർത്തിയിട്ട് അവിടെ ആരാണ് ആദ്യം പെട്ടെന്ന് നമ്മുടെ സമ്മതമില്ലാതെ ആരെങ്കിലും കടന്നു വന്നാൽ അവരെ ഞാൻ കൊല്ലും എന്ന് ശ്രീരാമസ്വാമി പറയാണ് യമനോട്. അങ്ങനെ യമൻ വന്നു. യമനും ശ്രീരാമസ്വാമിയും കൂടി ഒരു റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ കാവലിൽ നിന്നു. അപ്പോൾ അവിടെ ഒരാൾ വന്നു. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? യമനും ശ്രീരാമസ്വാമിയും കൂടി റൂമിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുമ്പോൾ ആരാണ് സമ്മതമില്ലാതെ വന്നാൽ അവരെ കൊല്ലുന്നതാണ്. ശ്രീരാമസ്വാമി കൊല്ലുന്നതാണ്. അവിടെ ഒരാൾ വന്നു ലക്ഷ്മണൻ്റെ അടുത്ത്. ദുർവാസാവ്, നിസ്സാരക്കാരനല്ലല്ലോ. അങ്ങനെ എനിക്ക് പോകണം, ശ്രീരാമസ്വാമിയെ കാണും. അപ്പോൾ പറഞ്ഞു ലക്ഷ്മണൻ ഇങ്ങനെയാണ്, ഇപ്പം കാണാൻ പറ്റില്ല. യമനായിട്ടുള്ള സംസാരം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് വന്ന ശേഷം കാണുമ്പോൾ പറ്റില്ല, എന്നെ കൃത്യമായിട്ടറിയാലോ, എനിക്കിപ്പോൾ പോകണം, കണ്ടേ പറ്റൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അയോധ്യനെ ഞാൻ ഇപ്പോൾ ശപിച്ച് ചാമ്പലാക്കി വിടും, എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് പറയാം. അയ്യോ, അത് ചെയ്യരുതാണ്. പോയാൽ എന്നെ കൊല്ലും. ജ്യേഷ്ഠൻ്റെ കൈകൊണ്ട് എനിക്ക് മരിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല. അതുകൊണ്ട് എങ്കിലും രാജ്യത്തെ രക്ഷിക്കണം, അയോധ്യയെ ചുട്ടു ചാമ്പലാക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഇദ്ദേഹം വാതിൽ തുറന്നിട്ട് അകത്ത് കടന്നു വഴിക്ക് ശ്രീരാമസ്വാമി ഞെട്ടി. ലക്ഷ്മണ പറഞ്ഞേ, അതല്ലെങ്കിൽ കാരണം ദുർവാസാവിൻ്റെ ആവശ്യത്തിനാണ്. തുറന്നു കൊടുക്കഴിഞ്ഞാൽ ജ്യേഷ്ഠ അയോധ്യ മുഴുവൻ. അപ്പോൾ എൻ്റെ കാര്യം ഏട്ടൻ എന്നെ പതിച്ചുകൊണ്ട് എനിക്ക് യാതൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ അനുവദിച്ചു. അതല്ലെങ്കിൽ നമ്മുടെ അയോധ്യ രാജ്യം പോവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിന് സമ്മതിച്ച് എന്ന് പറയാം. സമ്മതിച്ച് പറഞ്ഞു ഇനി എന്താ ചെയ്യാച്ചു. വളരെയധികം ശ്രീരാമസ്വാമി സങ്കടപ്പെട്ടു. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, വധിക്കാൻ ഒരുങ്ങുന്നതിന് തുല്യമാണ് ആളെ നമ്മൾ പരിത്യജിക്കരുത്. ലക്ഷ്മണനെ അങ്ങ് പരിത്യജിച്ചോളൂ. അതോടുകൂടി ലക്ഷ്മണൻ്റെ കാര്യം കഴിയും. അതിനുശേഷം പിന്നെ ശ്രീരാമസ്വാമിക്ക് അധികം കാര്യമില്ല എന്ന് പറയാം. ശരി എന്ന് പറഞ്ഞ ലക്ഷ്മണനെ പരിത്യജിച്ചു. ലക്ഷ്മണൻ അവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ഞാൻ ജീവിച്ചിരിക്കണില്ല, ഏട്ടൻ എന്നെ പരിത്യജിച്ചു, അതുകൊണ്ട് പോകണം. അങ്ങനെ സരയൂ നദിയിലേക്ക് ലക്ഷ്മണൻ പോയിട്ട് പഴയ സ്വരൂപത്തിലേക്ക്. ലക്ഷ്മണൻ ആരാണെന്നറിയാലോ, ശ്രീരാമസ്വാമിക്ക് അനന്തമൂർത്തിയായിട്ട് അങ്ങനെ പോകണം. അതിനുശേഷം പിന്നെ കുറച്ച് കാലം കൂടിയാണ് ശ്രീരാമസ്വാമി രാജ്യം ഭരിച്ച ശേഷം പിന്നെ അദ്ദേഹത്തിന് സമയമായ വഴിക്ക് അദ്ദേഹം പോവുകയാണ്. സുധാമപ്രവേശത്തിനായിട്ട് പോകുമ്പോൾ പറഞ്ഞേച്ചു എല്ലാവരോടും, ഞാനിങ്ങനെ സ്വധാമപ്രവേശത്തിനായിട്ട് പോവുകയാണ്, എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് വന്നാൽ എൻ്റെ കൂടെ സ്വധാമത്തിലേക്ക് എത്താം, അവർക്ക് മോക്ഷം കിട്ടും. അല്ല, താല്പര്യമില്ലാത്ത ആൾക്കാർ വരുമുണ്ട്. നമ്മൾ നേരെ എല്ലാവരും കൂടി സരയൂ നദിയിൽ തന്നെ പോവാറുണ്ട്. എല്ലാവരും കൂടി സരയൂ നദിയിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് പറഞ്ഞു ഇനി ഇതിൽ മുങ്ങുക. നമ്മളെല്ലാവരും മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ തിരിച്ചു വരില്ല. അതിനുള്ള താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ കൂടെ എല്ലാവരും മുങ്ങിക്കോളൂ പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി ഓടി വന്നു, നമസ്കരിച്ചു പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കൂടെ ഇപ്പോൾ സ്വധാമത്തിലേക്ക് പ്രവേശിക്കണം തോന്നുന്നില്ല. എനിക്ക് ജീവിതകാലം ഇനി കുറേ കാലം കൂടി ജീവിച്ച് അങ്ങയുടെ പേരും പറഞ്ഞുകൊണ്ടും ആ സീതാദേവിയും അങ്ങേ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമം ചൊല്ലി നടക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മോഹം. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ നദിയിൽ മുങ്ങണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വഴിക്ക് വന്നു ജാമ്പവാൻ. എനിക്കും അങ്ങനെ ഒരു അപേക്ഷ ഉണ്ട്. കാരണം എനിക്കൊരു മകളുണ്ട്, ജാമ്പവതി, അറിയാലോ നമ്മളെ.
എനിക്ക് അങ്ങേക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ച് തരണമെന്നായിരുന്നു മോഹം. പക്ഷെ അങ്ങ് പറഞ്ഞു ഞാൻ ഏകപത്നി വ്രതമാണ്, എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയും അങ്ങ് അവതാരമെടുത്ത് വരുന്ന സമയത്ത് എൻ്റെ മകളെ അങ്ങക്ക് തിരിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ, അതുകൊണ്ട് ഞാനും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ബാക്കി എല്ലാവരും കൂടി മുങ്ങാൻ പറഞ്ഞു. വിവിധൻ ഉണ്ട്, സുഗ്രീവൻ്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു സംശയം, ഇത് ശരിയാവുമോ? ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോവുമോ, പിന്നെ വരില്ലേക്കോ? എന്നാൽ ശരിയായി, ബാക്കി എല്ലാവരും കൂടി മുങ്ങാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മുങ്ങി. വിവിധൻ മുങ്ങാതെ അങ്ങനെ നിന്നു. എന്താ ഉണ്ടാവുക എന്നറിയാം. നോക്കുമ്പോൾ മുങ്ങിയവരാരും തിരിച്ചു പൊന്തിയില്ല. അപ്പോൾ ശരി തന്നെയാണോ? അപ്പോൾ വേഗം എന്നാൽ ശരി തന്നെയാവും പറഞ്ഞു അദ്ദേഹം മുങ്ങി. അദ്ദേഹം പൊങ്ങി, വീണ്ടും മുങ്ങി, വീണ്ടും പൊങ്ങി. അപ്പം ശ്രീരാമസ്വാമിയെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു. ശ്രീരാമസ്വാമി മുങ്ങിയവർന്ന് പൊങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ ജന്മത്തിൽ ഇനി നിനക്ക് മരണമില്ല. പക്ഷെ അടുത്ത ജന്മത്തിൽ ഞാൻ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ അനുജനായി വന്ന ലക്ഷ്മണൻ എൻ്റെ ജ്യേഷ്ഠനായിട്ട് ബലഭദ്രനായി കൊണ്ട് വരും. ആ സമയത്ത് കണക്ക് മോക്ഷം തരും. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ അറിയണ്ട, വിവിധനായിട്ട് ബലഭദ്രനായിട്ട് മുട്ടിയിട്ടാണ് അങ്ങനെ വിവിധനെ കൊല്ലുക എന്താണ്. അതുപോലെ ഈ ഭാഗവതവും രാമായണമായിട്ട് പല ബന്ധങ്ങളുമുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു വാൽമീകി ആശ്രമത്തിലാണ് സീത അവിടെ കുട്ടികളെ ജനിച്ചതും അവിടെ ആണ് കുട്ടികൾ വളർന്നതും എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടിയിട്ട് പിന്നെ അയോധ്യയിലേക്ക് സീത പോയില്ലല്ലോ. അഭിഷേകത്തിന് രണ്ടാമത് അശ്വമേധ യാഗം കാണാൻ വേണ്ടി പോയിട്ട് അവിടെ തന്നെ അങ്ങനെ ഭൂമിദേവിക്ക് പോവല്ലേ ചെയ്തിട്ടുണ്ടായ. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അതിരിത്തിരി ഒരു വിഷമം വാൽമീകി മഹർഷിക്കുണ്ട്. ആ വിഷമം കണക്കൂട്ടിയിട്ടാണ് അടുത്ത ജന്മത്തിൽ ഈ വാൽമീകി മഹർഷിയാണ് നമ്മൾ ഭാഗവതം കഥ പറയുമ്പോൾ ഒരു സുന്ദര ബ്രാഹ്മണൻ്റെ കഥ പറയുന്നില്ലേ. ഇവിടെ വേർപെട്ടു, അവിടെ സുന്ദര ബ്രാഹ്മണൻ കൂട്ടി യോജിപ്പിച്ച് കൃഷ്ണൻ രുക്മിണീനെ കല്യാണം കഴിച്ചില്ലേ. കാരണം രുക്മിണിയുടെ കല്യാണം ശിശുപാലൻ നിശ്ചയിച്ച് നാളെ കല്യാണമാണ് പറയുമ്പോൾ ഈ സുന്ദര ബ്രാഹ്മണനെ വരുത്തിയിട്ട് രുക്മിണി അയച്ചിട്ടാണ് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കല്യാണം. ഇങ്ങനെ രാമായണവും ഭാഗവതവും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ താടകാവധം നമ്മൾ വായിച്ചു, ശ്രീരാമൻ കൊല്ലു. അതുമാതിരി തന്നെ കൃഷ്ണനും ബലഭദ്രനൊക്കെ ജനിച്ച ശേഷം കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കംസവധത്തിനായിട്ട് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ രാമായണത്തിൽ പറഞ്ഞ ആ മണ്ണാനെ, കാരണം ഒരു മണ്ണാൻ കാരണമാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നത്. ഇവർ അക്രൂരർ കൊണ്ടുപോയിട്ട് രഥത്തിൽ നിന്നിറങ്ങി കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്താണ് നേരിട്ട് വരുന്നു ഈ മണ്ണാൻ ഒരു വലിയൊരു കെട്ടും കൊണ്ട് കാര്യസ്ഥന്മാരെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. കംസൻ്റെ കൊട്ടാരത്തിലുള്ള വസ്ത്രങ്ങളാന്ന് പറഞ്ഞു. ആ രജകൻ എന്ന പേരിലാണ് വരുന്നത്. എനിക്കൊരു വസ്ത്രം തരുമെന്ന് ചോദിച്ച സമയത്ത് ഇത് കൊട്ടാരത്തിലെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള, നിങ്ങൾ ഈ ആട് മേയ്ക്കുന്ന കന്ന് മേയ്ക്കുന്ന ആൾക്കാർക്ക് വസ്ത്രം തരുമെന്ന് ചോദിച്ച ഭഗവാൻ ഒറ്റയടിയാണ് പോകും. തല തെറിച്ചാണ് പോയി രജകൻ്റെ. അപ്പോൾ ബലഭദ്രൻ ചോദിച്ചു തുടങ്ങി, എന്താ കൃഷ്ണ കാട്ടിയെന്ന്. എന്നിട്ടത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്യേണ്ടതാണ്, അതൊക്കിപ്പോഴേ സഹായിച്ചുള്ളൂ. അതിന് ശേഷം പിന്നെ പോകുമ്പോഴാണ് 3 വളവുള്ള ഒരു സ്ത്രീ വടിയും കുത്തി ത്രിവക്ര എന്ന് പേരായുള്ള നമ്മൾ ഭാഗവതത്തിൽ കേൾക്കുന്ന ഒരു കഥാപാത്രം. ഞാൻ നിങ്ങൾക്ക് കഴിയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കടന്നു പോകണം കേട്ടോ. അപ്പോൾ 3 വളവാണ് ശരീരത്തിന്. അപ്പോൾ ഇവരെ കണ്ട വഴിക്ക് കൃഷ്ണൻ വിളിച്ചു, സുന്ദരി എന്നൊരു വിളിയാണ്. ഇത് കേട്ട വഴിക്ക് ആരെ തന്നെ ഇങ്ങനെ കളിയാക്കിയിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പതുക്കെ തിരിയും. 3 വളവല്ലേ,
തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും വിളിച്ചു, സുന്ദരി. അപ്പോഴും എവിടേക്കാ പോണ? കംസൻ്റെ കൊട്ടാരത്തിലേക്കാണ്. ഇതെന്താ കയ്യിൽ? കൊട്ടാരത്തിലുള്ളവർക്കുള്ള കുറി തൊള്ളാനുള്ള കുറിക്കൂട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് കുറിക്കൂട്ട് തരുമോ? പിന്നെന്താ, ഇഷ്ടം പോലെ എടുത്തോളൂ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കുറിക്കൂട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കൃഷ്ണൻ മെല്ലെ അവരെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ ഇടത്തെ കാലുകൊണ്ട് അവരുടെ വലത്തെ കാല് ചവിട്ടി തൻ്റെ വലത്തെ കൈ കൊണ്ട് താടിക്ക് ഒരു തൊട്ട് കൊടുത്തു. അതോടുകൂടിയിട്ട് വളവൊക്കെ മാറി അതിവലിയൊരു സുന്ദരിയായി സൈരന്ധ്രി എന്നു പേരുള്ള ഒരു സ്ത്രീയായി മാറി. അതോടുകൂടി അവൾക്ക് മോഹം തുടങ്ങി. അപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വരണം പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഞാൻ വരുന്നില്ല, കാരണം അമ്മാവനെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മാവനെ കണ്ട ശേഷം ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരാം എന്ന് പേര് പറഞ്ഞ് കൃഷ്ണ അവിടുന്ന് മാറും. ആരായിരുന്നു ഈ സൈരന്ധ്രി എന്നറിയോ? കേട്ടിട്ടുണ്ടോ? രാവണൻ്റെ പെങ്ങളില്ലേ ശൂർപ്പണഖ, തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രീരാമനോട് പറയും അല്ലേ? അപ്പോൾ ശ്രീരാമൻ എനിക്ക് പറ്റില്ല, എനിക്കൊരു ഭാര്യയുണ്ട്, ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വിടും. ലക്ഷ്മണനും പറ്റില്ല പറഞ്ഞു, വീണ്ടും ശ്രീരാമൻ്റെ അവിടെ നിന്നാണല്ലോ അങ്ങനെ ആസികാച്ഛേദനം ചെയ്തിട്ട് പോവുക. അന്ന് മോഹിച്ചു കൃഷ്ണൻ കല്യാണം കഴിക്കണം. പക്ഷെ ആ ജന്മത്തിൽ പറ്റില്ല, ശ്രീരാമൻ ഏകപത്നിയാണ്. ഇപ്പോൾ അതിന് പകരമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ വന്ന് സൈരന്ധ്രിയുടെ അതിൽ കൃഷ്ണനൊരു മകനുണ്ട്, കേട്ടിട്ടുണ്ടോ? നാരായണീയം വായിക്കുന്ന ആൾക്കാരാച്ചാൽ അറിയാം. ഉപശ്ലോകൻ എന്ന് പേരായിട്ട് 77ാമത്തെ ദശകമാണത്. നാരായണീയത്തിൽ ഒരു മകൻ ജനിക്കുന്നുണ്ട് കൃഷ്ണന്. അങ്ങനെ അവിടുന്ന് അപ്പം ഇതൊന്നും എന്താ നമുക്ക് മനസ്സിലാകച്ചാൽ നമ്മളെല്ലാവരും ഈശ്വരഭക്തിയുള്ള ആൾക്കാരാണ്. അല്ലാതെ ഇപ്പോൾ അങ്ങനെയുള്ള പ്രഭാഷണത്തിൽ നിന്നൊന്നും ആരും വന്നിരിക്കില്ലല്ലോ. നമ്മൾ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കാതെ പോയാലും ഭഗവാൻ അത് ഓർമ്മ ഉണ്ടായിട്ട് നമ്മൾ അടുത്ത ജന്മത്തിലെങ്കിലും നമുക്കത് സാധിപ്പിച്ച് തരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാന്മാരെ പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കഥയും കൂടി ശ്രീകൃഷ്ണനെ കുറിച്ചും കൂടി നിങ്ങളോട് പറയാം. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ ധാരാളം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഇല്ലേ? മത്സ്യക്കൂർമ്മ, വരാഹ, നൃസിംഹ ഇല്ലേ പറഞ്ഞ അങ്ങനെ എല്ലാവർക്കും പ്രഥമമായിട്ട് അറിയേണ്ട 10 അവതാരങ്ങളാണ്. അതേ സമയത്ത് അത് കൂടാതെ ധാരാളം അവതാരങ്ങൾ ഭഗവാന്റെ വേറെയില്ല. ഈ അവതാരങ്ങൾ ഭഗവാൻ എടുക്കാൻ ഒരു കാരണം, ഭൃഗുമഹർഷി എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാവ് ആദ്യത്തിൽ മരീചി, അത്രി, അംഗരസൊക്കെ ജനിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒപ്പുള്ള ഒരാളാണ് ഭൃഗുമഹർഷി. ദക്ഷയാഗം വരുന്ന സമയത്ത് ഭൃഗുമഹർഷി ദക്ഷൻ്റെ ഭാഗം നിന്നിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കഥയൊക്കെ പറയാൻ തുടങ്ങി നമുക്കിപ്പോൾ ഒന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ ഭൃഗുമഹർഷിയുടെ ഭാര്യയാണ് കാവ്യമാതാവ്. ഒരു സിനിമാ നടിയുടെ പേരുന്നില്ലേ? ഇല്ലേ? അതല്ല കേട്ടോ, സിനിമാ നടിയല്ല, കാവ്യമാധവൻ എന്ന പേരായിട്ടൊരു സിനിമാ നടി എല്ലാവർക്കും അറിയാം. ഈ ഭൃഗുമഹർഷിയുടെ ഭാര്യയുടെ പേര് കാവ്യമാതാവ് എന്നാണ്. അവരുടെ ഭർത്താവ് ഭൃഗുമഹർഷിയാണ്. ഇവർക്കൊരു മകനുണ്ട്, ശുക്രാചാര്യൻ. ശുക്രാചാര്യർ അസുര ഗുരുവാണ്. ദേവന്മാരുടെ ഗുരു അറിയോ? ബൃഹസ്പതി. അപ്പോൾ അസുരന്മാരും ദേവന്മാരും തമ്മിൽ എപ്പോഴും യുദ്ധമാണല്ലോ. അപ്പോൾ അസുരന്മാർ പറയും,
ആചാര്യൻ വന്ന സമയത്ത് അങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. അതുകൊണ്ട് നല്ല മന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട്, കാരണം ബൃഹസ്പതിയുടെ എതിർത്ത് ഞങ്ങൾക്ക് നല്ല മന്ത്രങ്ങളൊക്കെ പഠിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങ് അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധ വരുത്താൻ വേണ്ടിയും കൊണ്ട് ഞാൻ വേണ്ടത് ചെയ്യാം. തൽക്കാലം ഞാൻ ശിവനെ ഭഗവാൻ തന്നെ തപസ് ചെയ്യാൻ പോയിട്ട് ശിവനിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി വരങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ചും കൂടി ശക്തി സമ്പാദിച്ച് വരാം എന്ന് പറഞ്ഞ് ശിവഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഈ വിവരം കൂടുതൽ തങ്ങളോട് എതിർത്ത് തങ്ങളെ തോൽപ്പിക്കാനുള്ള ശക്തി വാങ്ങാൻ വേണ്ടിയിട്ട് ശിവഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി ദേവന്മാർ. അപ്പോൾ ദേവന്മാർ എന്ത് ചെയ്തു വെച്ചാൽ, ഇതെങ്ങനെയെങ്കിലും തപസ് മുടക്കണം. പക്ഷെ ശുക്രാചാര്യരാവുകൊണ്ട് അങ്ങനെ തപസ് മുടക്കാൻ പറ്റൂല. എന്താ ചെയ്യുക? ബുദ്ധിമുട്ടായി. ഉടൻ തന്നെ ഇന്ദ്രദേവൻ അവരുടെ ആചാര്യനായ ബൃഹസ്പതിയോട് ഇപ്പോൾ അസുരന്മാരുടെ അടുത്ത് പോയിട്ട് വേഷം മാറണം, ശുക്രാചാര്യരുടെ വേഷം കെട്ടിയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരോട് അവരുടെ ആചാര്യൻ താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ ഈ ശുക്രാചാര്യർ തപസ്സിന് പോകുമ്പോൾ ഇത്ര കാലത്തിന് ഞാൻ വരില്ല പറഞ്ഞൊരു കണക്കൊക്കെ വെച്ചിട്ടാണ് പോയത്. അത്ര കാലം അവരുടെ ആചാര്യനായിട്ട് അങ്ങ് അവിടെ ഇരിക്കണം എന്നാണ് കണക്ക്. ആദ്യം അദ്ദേഹം, ഞാനൊരു ആചാര്യനല്ലേ, നിങ്ങളിങ്ങനെ വേഷം മാറിയിട്ടൊക്കെ ഇങ്ങനെ കള്ളത്തരം കാട്ടാൻ പറ്റുമെന്ന് സംശയിച്ചു. പക്ഷേ അല്ല, അത് ചെയ്തേ പറ്റുള്ളൂ നിർബന്ധിച്ചപ്പോൾ, ഇന്ദ്രൻ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം കുറച്ച് തപസ്സിന് പോയിട്ട് കുറച്ച് കാലം ശുക്രാചാര്യരെ പറഞ്ഞ അവധി ആവണേൻ്റെ മുമ്പ് ഇദ്ദേഹം അവിടെ തിരിച്ചെത്തി. അപ്പോൾ അസുരന്മാർ ചോദിച്ചു, ഇതെന്താ അത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങിപ്പോൾ പെട്ടെന്ന് തപസ് നിർത്തി? അല്ല, ഞാൻ ശുക്രാചാര്യ ശിവഭഗവാനെ കണ്ടു, എനിക്ക് മോക്ഷം തന്നു, ഞാൻ ഉദ്ദേശിച്ച വരങ്ങളൊക്കെ എനിക്ക് തന്നു, അപ്പം എനിക്ക് കൂടുതൽ ശക്തിയായി, അപ്പം ഞാൻ തപസ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതൊക്കെ ഈ അസുരന്മാർ വിശ്വസിച്ചു. ഇതേ സമയം ഇന്ദ്രൻ തൻ്റെ ഒരു മകളുണ്ട്, ജയന്തി. ഇന്നലെ ഞാൻ ആ ജയന്തിയുടെ പേരൊന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഋഷഭദേവൻ കല്യാണം കഴിച്ചത് ഈ ജയന്തിനെയാണ്. അപ്പം ഇവിടെ ഇത് ഇന്നലെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ജയന്തിയെ ഇന്ദ്രൻ തൻ്റെ മകളാണ് ശുക്രാചാര്യരെ തപസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് പരിചരിക്കാനായിട്ട് ജയന്തിയെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ തപസ് എങ്ങനെ അറിയും? കാല് മേപ്പെട്ട് കെട്ടി അഗ്നി താഴത്ത് കത്തിച്ച് അത്ര ഘോരമായ തപസ്സാണ്. അപ്പോൾ തപസ്സിനൊക്കെ സമയമുണ്ട്. അപ്പോൾ തപസ് കഴിയുമ്പോഴേക്ക് ജയന്തി ചെന്ന് അന്നത്തെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവിടെ പരിചരിച്ചു കൊണ്ട് നിൽക്കാനാണ് അച്ഛൻ പറഞ്ഞത്. അതേമാതിരി കൃത്യമായി രാവിലെ എത്ര മണിക്ക് തുടങ്ങുക, വൈകുന്നേരം എത്ര മണിക്ക് നിർത്തുക, അങ്ങനെയൊക്കെ ഉണ്ട് ഈ തപസ്സിന്. അവിടെ പരിചരിച്ചുകൊണ്ട് ജയന്തി അവിടെ നിന്നു ഇദ്ദേഹത്തിൻ്റെ തപസ് കഴിയോളം. കുറച്ച് കാലം പിടിച്ചു. അങ്ങനെ അദ്ദേഹം തപസ് മതിയാക്കിയിട്ട് ശേഷം ഇവിടെ ആശ്രമത്തിൽ വന്നപ്പോൾ ജയന്തിയോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ചെയ്യൊക്കെ ചെയ്തില്ലേ, വളരെ സന്തോഷമായി. അപ്പോൾ നിനക്ക് എന്താ വരം വേണ്ട ചെയ്യുമ്പോൾ ഭഗവാൻ കല്യാണം കഴിക്കണം, എൻ്റെ ആഗ്രഹം നടക്കട്ടെ, ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ശുക്രമഹർഷി പറഞ്ഞു. ശേഷം ശുക്രമഹർഷി അദ്ദേഹത്തിൻ്റെ ആ കാലം പറഞ്ഞ കാലാവധിക്ക് ശേഷം ശിവഭഗവാനിൽ നിന്ന് വരങ്ങളൊക്കെ വാങ്ങി തിരിച്ച് അസുരന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവിടെ തൻ്റെ സ്ഥാനത്ത് വേറെ ശുക്രാചാര്യരിക്കുന്നു.
അപ്പോൾ ഇദ്ദേഹം വന്നു ബുദ്ധാരാത് ശുക്രാചാര്യർ ഏയ് ഞങ്ങളുടെ ശുക്രാചാര്യർ ഇത് ഇവിടെ ഇരിക്കണു. അസുരന്മാർക്ക് കൺഫ്യൂഷൻ എപ്പോൾ പറഞ്ഞു? കള്ളത്തരം കാട്ടി വന്ന ആളാണ് അയാൾ. ഞാൻ അത് വെറുതെ പറയാണ്, ഞാനാണ് എന്ന് ഈ ബൃഹസ്പതി പറഞ്ഞു. ഇവർ തമ്മിൽ തർക്കമായിട്ട്, പക്ഷേ അസുരന്മാരെ എല്ലാവരും ബൃഹസ്പതി ആയിട്ട് വന്ന ശുക്രാചാര്യൻ. ഞാൻ അന്ന് ഇങ്ങനെ ഇതാക്കപ്പെട്ട ശേഷമാണ്, അപ്പം തന്നെയാണ് ഇവിടെ നിങ്ങളില്ലാത്ത സമയത്ത് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തൊരു സംഭവം ഉണ്ടായിട്ടാൽ, ശുക്രാചാര്യർ തപസ്സിന് പോയ സമയത്ത് അസുരന്മാരെ ദേവന്മാർ വന്നിട്ട് ആക്രമിച്ചു. അസുരന്മാരെ ദേവന്മാർ വന്നിട്ട് ആക്രമിച്ച സമയത്ത് ഇവിടെ അസുരന്മാർക്ക് തോൽവി വന്നു. കുറേ അസുരന്മാർക്ക് തോൽവി വന്നു. അസുരന്മാർ മരിക്കാൻ തുടങ്ങി ഓരോരുത്തരെ. അപ്പോൾ എല്ലാവരും കൂടി ഈ ശുക്രാചാര്യരുടെ അമ്മയായ ആരാ? കാവ്യമാതാവേ ഇല്ലേ? ആ കാവ്യമാധവനാണ് കാവ്യമാധവൻ. അമ്മയുടെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ള അസുരന്മാർ സങ്കടം പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, പേടിക്കേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ നിങ്ങളെ കൊട്ടാരത്തിലൊന്നും ആരും പോകണ്ട, ഇവിടെ എൻ്റെ ഈ കൊട്ടാരത്തിൽ ഇവിടെ നിന്ന് നിങ്ങളെ ആരും ഒന്നും ഇവിടെ വന്നിട്ട് ഒരു ഉപദ്രവവും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശേഷിച്ച അസുരന്മാരെല്ലാവരും കൂടി ഈ ശുക്രാചാര്യരുടെ അമ്മയായ കാവ്യമാതാവിൻ്റെ അടുത്ത് വന്ന് ചുറ്റും നിന്ന് അവിടെ കൊട്ടാരത്തിൽ നിൽക്കാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? വീണ്ടും ദേവന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ കാവ്യമാതാവ് പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ചു വന്ന ആൾക്കാരാണ് ഈ അസുരന്മാർ. ഇവരെ എന്തെങ്കിലും നിങ്ങൾ അക്രമമായിട്ട് കാണിച്ചാൽ ദേവേന്ദ്രനോട് പറയണം, ഞാൻ പ്രതികരിക്കും. ഏത് തരത്തിലാണെന്ന് അറിയില്ല പറഞ്ഞു. ഇന്ദ്രൻ പേടിച്ചു പോയി ഭഗവാന്റെ അടുത്ത്. ഇന്ദ്രൻ എപ്പോഴും ഭഗവാനെ പോയിട്ട് കൈ കാല് പിടിക്കലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വന്ന് രക്ഷിക്കണം എന്ന് ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്രീകൃഷ്ണൻ കൂടെ വന്നപ്പോൾ ഇവരെ ഇവിടുന്ന് പറഞ്ഞേക്കണം, അവരെ രാത്രിക്ക് എന്ന് പറഞ്ഞത് ഈ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ശ്രീകൃഷ്ണനെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും പറഞ്ഞു. എന്ത് വന്നാലും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ചക്രം കൊണ്ട് ഈ കാവ്യമാതാവിൻ്റെ കഴുത്ത് വെട്ടി കാവ്യമാതാവ് മരിച്ചു. ആ ഒരു ദോഷം ശ്രീകൃഷ്ണന് പറ്റി. പക്ഷെ ഇതറിഞ്ഞുകൊണ്ട് വന്നു ആര്? ഭർത്താവ് ഭൃഗുമഹർഷി. ഭൃഗുമഹർഷി വന്ന് സ്ത്രീവധം ചെയ്യാൻ പാടില്ലാത്തല്ലേ അദ്ദേഹം ചെയ്തു. മാത്രമല്ല തൻ്റെ ഭാര്യ മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം മന്ത്രം ജപിച്ച് ഭാര്യയെ ജീവിപ്പിച്ചു. ശേഷം കൃഷ്ണനൊരു ശാപം കൊടുത്തു. ഒരു സ്ത്രീവധം ചെയ്തുകൊണ്ട് നിനക്ക് ധാരാളം യോനികളിൽ പോയിട്ട് ജനിക്കാനുള്ള ഒരു യോഗം വരട്ടെ ഒരു ശാപം ശ്രീകൃഷ്ണ ഭഗവാന് ഈ ഭൃഗുമഹർഷി കൊടുത്തു. അങ്ങനെ ആ ഭൃഗുമഹർഷിയുടെ ശാപം കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നാനാവിധ അവതാരങ്ങളും മത്സ്യം, കൂർമ്മം, വരാഹം, ഇങ്ങനില്ലേ, ഇങ്ങനെ പല ഇതിലും അവതരിക്കേണ്ടി വന്ന എന്നാണ് പറഞ്ഞത്. ശേഷം ഇവിടെ ശുക്രാചാര്യ തപസ് കഴിഞ്ഞ് വന്നു. ശുക്രാചാര്യരും ഇവരും കൂടി ബൃഹസ്പതിയായ ശുക്രാചാര്യം കൂടി ഏറ്റുമുട്ടി. അവസാനം ബൃഹസ്പതിയായിട്ടുള്ള ശുക്രാചാര്യരാണ് ശരിയായിട്ടുള്ള ശുക്രാചാര്യർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ശരിയായിട്ടുള്ള ശുക്രാചാര്യർ പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ല. അപ്പോൾ നിങ്ങൾ മുഴുവൻ ദേവന്മാരുടെ യുദ്ധത്തിൽ നശിച്ചു പോട്ടെ പറഞ്ഞു ഈ ശരിയായിട്ടുള്ള ശുക്രാചാര്യ ശാപം കൊടുത്തു. അതോടുകൂടിയിട്ട് മറ്റേ ആൾ ശരിയായിട്ടുള്ള ബൃഹസ്പതി ദേവലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അതാണ് ഇങ്ങനെയുള്ള പലവിധ ഇതിലും
ഭഗവാൻ അവതാരത്തിൽ ജയിക്കേണ്ടി വന്ന എന്ന് പറഞ്ഞുള്ള ഒരു കഥ. ഇത് ഭാഗവതം വായിച്ച ആൾക്കാരാണെങ്കിൽ കേട്ടിട്ട് ഭാഗവതത്തിലില്ല, ദേവി ഭാഗവതം വായിക്കണം, അപ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളിവിടെ നേരെ പറഞ്ഞു താര ഇല്ലേ, ഭാര്യയുടെ ഭാര്യ, ഞാൻ പറഞ്ഞു വെച്ചിട്ട് പിന്നെ അവിടുന്ന് കഥയിലേക്ക് മാറി വേറെ പോവുക ചെയ്തത്. ഭാര്യ ആദ്യം ഇവർ രണ്ടുപേരും കൂടിയുള്ള യുദ്ധത്തിന് വിളിച്ച സമയത്ത് സുഗ്രീവൻ യുദ്ധത്തിൽ തോറ്റുപോയി. അവസാനം ഭാര്യ ശ്രീരാമസ്വാമി മാല കൊടുത്തോടു കൂടി വന്ന് രണ്ടാമത് യുദ്ധത്തിന് വിളിച്ചു. യുദ്ധത്തിന് വിളിച്ച സമയത്ത് താരം ഭാര്യയ്ക്കൊരു ഉപദേശം കൊടുക്കണം. ഭർത്താവിന് ഭാര്യ 3 സ്ഥലത്തിലാണ് അവർ ഉപദേശം കൊടുക്കുന്നത്. ആദ്യം ഭാര്യയോട് പറയും, നോക്കൂ അങ്ങ് ഞാൻ പറയണമെന്ന് കേൾക്കണം. ആദ്യം തോറ്റുപോയ സുഗ്രീവൻ രണ്ടാമതും വന്ന് യുദ്ധത്തിന് വിളിച്ച സമയത്ത് താര ഭർത്താവിനോട് പറയുന്ന വാക്കുകൾ, വാരിവധം എന്ന സബ്ജക്റ്റ് രാമായണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജനും വിളിച്ചിടിനൻ പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരിദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ കൃത്വാതിവിസ്മൃതനായ രോമാലയം ബദ്ധ്വാ പരീകരം യുദ്ധായ സത്വരം ബദ്ധവൈര്യം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാസുരനേത്രയായി മധ്യേ തടഞ്ഞു തൊല്ലിയതിനാൽ താരയം ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടെങ്കിലെന്നിക്കതു നീയതു കേൾക്കനീ. വിഗ്രഹത്തിൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടോ പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടാൻ ബാലേ ബലാലൊരു ശങ്കയുണ്ടാകലോ. കയച്ചിടുമേ വൈകരുതേതുമേ നീയൊരു ധാര്യം ധരിക്കണം ഓമലേ. ബന്ധുവായുള്ളോർക്ക തോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടാവനേകനെന്നാകിലോ അന്തവനെന്നാൽ അവനോ മറികണേ. രണ്ടാമത് വന്ന് എന്നെ അങ്ങേ യുദ്ധത്തിന് വിളിച്ചു വെച്ചാൽ അവൻ എന്തോ ഒരു പ്രത്യേക ബലം ഇല്ലാതെ അവൻ വരില്ല. അതിന് നമ്മുടെ മകൻ ഒരിക്കൽ കാട്ടുപോയ, ഇങ്ങനെ ഞാൻ ആ ഭാഗം ഇനി വായിച്ച് മുഴുവൻ പോകണില്ല വിചാരിച്ചതാണ്. മകൻ കാട്ടുപോയ സമയത്ത് അങ്കദൻ അവിടെ വെച്ചിട്ട് ഒരു വൃത്താന്തം കേട്ടു. അതുകൊണ്ട് ആരോ ധൈര്യം കൊടുത്ത്, ഇങ്ങനെ ശ്രീരാമസ്വാമി എന്നെ ധൈര്യം കൊടുത്തിട്ട് വന്നാണ് ഞാൻ ഭാര്യയെ കൊല്ലാം എന്നുള്ള ധൈര്യം കൊടുത്തിട്ട് വന്നിട്ടാണ് അവൻ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിനാണ്. അതുകൊണ്ട് അങ്ങിപ്പോൾ യുദ്ധത്തിന് പോകരുതേ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഭർത്താവിനോട് പറയുന്ന ഒരു വാക്യം. അത് നമ്മളിപ്പോൾ അപ്പോൾ വായിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കേട്ടില്ലേ. അതിനുശേഷം പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഭാര്യ മരിച്ചു വീണു. മരിച്ചു വീണ ശേഷം സുഗ്രീവൻ അതറിയാത്ത രീതിയിൽ കുറച്ച് ദിവസം അങ്ങനെ ആഘോഷിച്ച് കഴിഞ്ഞ സമയത്ത് അവിടെ സുഗ്രീവനെ ചുട്ട് ഭാര്യയെ കൊന്ന ബാണം എൻ്റെ കയ്യിൽ ഇനിയുമുണ്ട്, മര്യാദയ്ക്ക് നമ്മൾ പറഞ്ഞ കാര്യത്തിന് മുടക്കം വരാത്ത ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ വന്ന് അതിഗംഭീരമായിട്ട് പറയുന്ന സമയത്തും താര കയറി ഇടപെട്ടിട്ട്
ലക്ഷ്മണനെ ആദ്യം ഭാര്യ മരിച്ചത് കേട്ട് ഇല്ലാത്തൊരു വിഷമം വെച്ചുകൊണ്ട് താര പറഞ്ഞു. താരയുടെ തൻ്റെ ഭർത്താവ് മരിച്ചുപോയ ഭാര്യ മരിച്ചതു കേട്ടൊരു താരയും ദുഃഖേന ഭക്ഷരീ താടിച്ചു ഗദ്ഗത വാച പറഞ്ഞു പലതരം. എന്തിനാണ് വളരെയധികം അന്തമില്ലാത്ത രീതിയിൽ ഭർത്താവ് മരിച്ചുപോയ സങ്കടത്തിലേറി കൊണ്ട് ശ്രീരാമനോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് അതേ അസ്ത്രത്തെ എൻ്റെ മേലും പ്രയോഗിച്ച് എന്നെ കൊന്നോളൂ. നമ്മൾ വായിക്കുമ്പോൾ കേട്ടില്ലേ? അപ്പോഴാണ് ശ്രീരാമസ്വാമിയുടെ ഒരു ഉപദേശം, താരോപദേശം. എന്തിനൂ ശോകം വൃഥാ തവ കേൾക്കുന്നേ, ബന്ധമില്ലേതും ഇതെന്നു മനോഹരേ, നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വഗ്മാംസരം താസ്തി സൻവൃടോ നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്കനീ നിശ്ചയം ആത്മാവും ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളുണ്ടായതോ നിനച്ചേതുമേ, നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖം വിഷയവും അല്ലതോ കേവലം. ശ്രീരാമൻ വളരെ ഭംഗിയായിട്ട് ഉപദേശിച്ചിട്ട് പക്ഷേ താര വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് താരയുടെ ആ ദുഃഖം മാറിക്കൊണ്ട് ബാക്കി സുഗ്രീവനോടും അംഗദനോടും കൂടിയിട്ട് ഭാര്യയുടെ ശവസംസ്കാരമൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ സമയത്താണ് സുഗ്രീവന് പിന്നെ അഭിഷേകം ചെയ്ത് രാജ്യവും കൊടുത്തു. ആ രാജ്യം കൊടുത്തോടുകൂടി സുഗ്രീവൻ അവൻ കുറച്ച് അദ്ദേഹത്തെ മറന്നുവോ സംശയം. ആ സമയത്താണ് ലക്ഷ്മണൻ വന്നിട്ട് ദേഷ്യപ്പെടും. ആ സമയത്ത് ലക്ഷ്മണനോട് ഹനുമാൻ കയറിയിട്ട് ദേഷ്യപ്പെട്ട അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോട് കൂടിയിട്ടാണ് ആ ഭാഗം പിന്നീട് നമുക്കിവിടെ അവസാനിപ്പിക്കുന്നത്. ഞാനൊരു 12 മണിയാണ് എന്നോട് പറഞ്ഞ സമയം, 11:45. ഇനിയും ഇങ്ങനെ കഥയിലേക്ക് പോവാച്ച കുറേ പറയാനുണ്ട്. മറ്റൊരു ദിവസം നമുക്ക് പറഞ്ഞുകൊണ്ട് ഭഗവതിയുടെ ഒരു കീർത്തനം കൂടി നൽകിയിട്ട് ചൊല്ലി നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ. അദ്രിനിവാസിനി ദേവി മൂകാംബികേ വിദ്യാസ്വരൂപിണി മൂകാംബികേ ആത്മപ്രകാശിനി ദേവി മൂകാംബികേ ആത്മാനന്ദ പ്രഭേ മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി ഇന്ദീവരക്ഷണെ ഇന്ദുബിംബാനനെ ഇന്ദുചൂടപ്രിയെ മൂകാംബികേ ഈരഴുലകിനു കാരണഭൂതയായി മേവിടും അംബികേ മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി ഉള്ളം തെളിവാതിൻ ഉള്ളിൽ വാണിടണം ഉള്ള നാളൊക്കെയും മൂകാംബികേ എന്നെ ഊനം വരുത്തണം രോഗങ്ങൾക്കൊക്കെയും ദീനദയാനിധേ മൂകാംബികേ ദേവി മൂകാംബികേ മൂകാംബികേ ദേവി
എന്നെ കനിവോടെ കാത്തരുളിടണേ അമ്മദയാനിതേ മൂകാംബികേ. ഏളാംഗ ബിംബലനെ മനോമോഹനെ മഹേശ്വര പ്രിയേ മൂകാംബികേ. മൂകാംബികേ ദേവി ഐഹിക സൗഖ്യവും മോക്ഷവും നൽകുന്ന മോഹവിനാശിനി മൂകാംബികേ. ഒക്കെ ഉപേക്ഷിച്ചു നിൻ പാദപങ്കജം ചൊൽക്കൊണ്ടു കാണായി മൂകാംബികേ. മൂകാംബികേ ദേവി ഓതുന്ന വേദപ്പൊരുളായി മേവുന്ന പാതകനാശിനി മൂകാംബികേ. ഔഡുപമാല അണിഞ്ഞു വിളങ്ങുന്ന ദിവ്യജനാർച്ചിതേ മൂകാംബികേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ. അന്തരമെന്നിയെ ചിന്തിപ്പവർക്കുള്ള സന്താപനാശിനി മൂകാംബികേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ. സർവത്ര ദേവി നാമസങ്കീർത്തനം മഹാദേവീ നമഃ. ഇതോടുകൂടിയിട്ട് എന്താ വേണോ ഒരു കീർത്തനത്തോടു കൂടിയിട്ടുള്ള അല്ലേ? ശിവഭഗവാനെയും കൂടി നമുക്കൊന്ന് സ്മരിക്കാം അല്ലേ? പാഹി മാം പരമശേഖര തൃക്കവിയോർ വാഴും നാഥനെ നിൻ പാദം തൊഴുന്നേൻ. പാഹി മാം പരമശേഖര തൃക്കവിയോർ വാഴും നാഥനെ നിൻ പാദം തൊഴുന്നേൻ. അസ്ഥിമാല അണിഞ്ഞോനെ തിങ്കളും ഗംഗയും ചൂടും. അസ്ഥിമാല അണിഞ്ഞോനെ തിങ്കളും ഗംഗയും ചൂടും. തമ്പുരാനെ നിൻ കരുണ എന്നിൽ വേണം സദാ നേരം. തമ്പുരാനെ നിൻ കരുണ എന്നിൽ വേണം സദാ നേരം.
പാഹീമാം പരമശേഖര തൃക്കവിയൂർ വാഴും നാഥനേ നിൻ പാദം തൊഴുന്നേൻ വൻപുലിത്തോൽ ഓടുത്തോനെ അല്ലൽ തീർത്തു രക്ഷിക്കണേ വൻപുലിത്തോൽ ഓടുത്തോനെ അല്ലൽ തീർത്തു രക്ഷിക്കണേ അർജുനനു പാശുപതാസ്ത്രം അത്ഭുതമായി കൊടുത്തോനെ അർജുനനു പാശുപതാസ്ത്രം അത്ഭുതമായി കൊടുത്തോനെ പാഹീമാം പരമശേഖര തൃക്കവിയൂർ വാഴും നാഥനേ നിൻ പാദം തൊടുന്നേൻ. ഈ അർജുനൻ പാശുപതാസ്ത്രത്തിന് തപസ് ചെയ്ത സമയത്ത് ഇവിടെയായിട്ടൊരു ബന്ധമുണ്ട് ഇല്ലേ? ഇവിടെ വെച്ചിട്ടാണ് കാട്ടാള സ്ത്രീയായിട്ട് വന്നും കൊണ്ട് ഇവിടെ വന്നിട്ട് അവർ തമ്മിലുള്ള യുദ്ധവും പാശുപതാസ്ത്രം ഇവിടെ വെച്ചിട്ടാണോ പാശുപതാസ്ത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ആ ഭഗവതിയാണ്. അതാ ഞാൻ ആ ഭാഗം ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഭഗവാനെയും കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കാൻ. സേവ കൊണ്ടു ബാണൻ തൻ്റെ ഗോപുരത്തെ കാത്തു പാർത്തു സേവ കൊണ്ടു ബാണൻ തൻ്റെ ഗോപുരത്തെ കാത്തു പാർത്തു വാസുദേവനോടു ചെന്നു പോരിനായിട്ടടുത്തോനെ വാസുദേവനോടു ചെന്നു പോരിനായിട്ടടുത്തോനെ പാഹീമാം പരമശേഖര തൃക്കവിയൂർ വാഴും നാഥനേ നിൻ പാദം തൊഴുന്നേൻ. ഇവിടെയൊരു കഥ. കാരണം ബാണൻ്റെ കാവൽക്കാരനാണ് മഹാദേവൻ ഇല്ലേ? ബാണയുദ്ധം നമ്മൾ കേൾക്കുമ്പോൾ പറയും. ഇപ്പം ബാണയുദ്ധം പറയാൻ നിന്നാൽ അതിന് ചുരുങ്ങിയതൊരു അരമണിക്കൂർ വേണം. അപ്പം അപ്പോഴേക്ക് നിങ്ങൾക്കൊക്കെ വിഷ്കൽ തുടങ്ങും. അപ്പോൾ അത് വേണ്ട. അപ്പം ആ ബാണയുദ്ധ സമയത്ത് ബാണൻ്റെ മകള് ഉഷയെ കല്യാണം കഴിക്കാൻ വേണ്ടി അനിരുദ്ധനെ വേണ്ടിയിട്ട് ബാണൻ്റെ മന്ത്രിയായ കുംഭാണ്ഡനുണ്ട്. കുംഭാണ്ഡൻ്റെ മകളാണ് ചിത്രലേഖ. ചിത്രലേഖ രാത്രിയിൽ അനിരുദ്ധൻ അറിയാതെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ ഉഷയുടെ മടിയിൽ കിടത്തി കൊടുക്കുന്ന ഭാഗമാണ്. പിന്നെ കുറച്ചു കാലം അങ്ങനെ സേവിക്കുമ്പോഴാണ് ഇവർ എപ്പോഴും വാതിൽ എപ്പോഴും അടച്ചിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറച്ചിൽ തുടങ്ങി. എന്താ ഇപ്പോൾ ഉഷ പുറത്തേക്ക് വരാത്ത? അങ്ങനെയല്ലേ? ഒരില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതെന്താ? അത് നമുക്ക് മനസ്സിലാവില്ല. എന്താ അറിയില്ല. ആരോ ഉണ്ട് തോന്നണം. ജോലിക്കാരല്ലേ. പിന്നെ അവസാനം ബാണ്ടൻ്റെ ചെകിട്ടിൽ ഈ വാർത്ത എത്തിയപ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന അനിരുദ്ധനെ അവിടെ കാണുന്നത്. അതോടുകൂടി രാജാവല്ലേ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം ചെയ്ത സമയത്താണ് അവിടുന്ന് വന്ന് കൃഷ്ണൻ തന്നെ യുദ്ധത്തിന് വരിക. അപ്പോൾ ബാണന് ധൈര്യമാണ്. ഇവിടെ കാവലിൽ പരമശിവണ്ട്. ആണ് വാസുദേവനോടു ചെന്നു പോരിനായിട്ടടുത്തു. വാസുദേവനോട് യുദ്ധം ചെയ്യും. അപ്പോൾ കൃഷ്ണനും ശിവനും കൂടി ആവും യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് ബാണൻ സമാധാനിക്കുക. പക്ഷേ ആ യുദ്ധത്തിൽ പക്ഷേ ശിവഭഗവാനെ തോൽവി പറ്റിയിട്ട് അവസാനം ഭഗവാൻ തന്നെ ബാണൻ്റെ 100 കൈയിൽ 96 കൈകളും വെട്ടി മുറിച്ച് കൊടുക്കണം. കൊല്ലില്ല. കാരണം പണ്ട് പ്രഹ്ലാദന് വാക്ക് കൊടുത്തിട്ടുണ്ട്, 21 തലമുറ ഇപ്പുറവും 21 അപ്പുറവും ഞാൻ ഉപദ്രവിക്കില്ല എന്ന് കൃഷ്ണൻ. അതുകൊണ്ട് കൊല്ലാതെ ബാണനെ വിട്ട് അഹങ്കാരം 96 കൈ കൊണ്ട് വിളിക്കുന്ന അഹങ്കാരത്തോട് കൂടിയിട്ടാണ്. അതാണ് ആ ബാണനായിട്ട് യുദ്ധത്തിന് വാസുദേവനെ വിളിച്ചു എന്ന് പറയുന്നവരെ. കിങ്കരനെ അയച്ചെന്നെ സങ്കടങ്ങളെല്ലാം തീർത്ത് ശങ്കരാത്രിക്കവിയൂർ വാഴും ചന്ദ്രശേഖര തൊഴുന്നേൻ.
ശങ്കര തൃക്കവിയൂർ വാഴം ചന്ദ്രശേഖര തൊഴുന്നേൻ പാഹിമാം പരമശേഖര തൃക്കവിയൂർ വാഴും നാഥനെ നിൻ പാദം തൊഴുന്നേൻ. ഹരഹര മഹാദേവ പാർവതീപതി നമ. ഹരഹര മഹാദേവ ശംഭോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പൂർവം രാമതപോവനാനിമോനം ഭക്വാമൃതം കാഞ്ചനം വൈദേഹീകരണം ജടായുവർണം സുഗ്രീവ സംഭാഷണം ഭാര്യ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം സാക്ഷാ രാവണകുംഭർണവദനം സമ്പൂർണ്ണ രാമോയനം. ഏതായാലും ഈ കർക്കിടക മാസക്കാലമായിട്ട്, രാമായണ മാസക്കാലമായിട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് 2 ദിവസം ഇവിടെ വന്ന് അമ്മേനെ തൊഴാനും നിങ്ങളോട് എനിക്കറിയാവുന്ന രാമായണത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ ഇതിന് വിളിച്ച കൂടുതൽ പരിചയമുള്ള ആളാണ് മുരളിയേട്ടനോടും പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. മാത്രമല്ല വളരെ ഭംഗിയായിട്ടുള്ളൊരു സദസ്സാണ്. എല്ലാവരും അധികം ശ്രദ്ധിച്ച് കേട്ടിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കുറിച്ചെടുത്തിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടു അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾക്ക് കുറേ കഥകൾ പറഞ്ഞു തരാനുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ഭഗവതി വിളിക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ വരാനും ഭഗവതിയുടെ മുമ്പിൽ വെച്ച് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മന വാ പ്രകൃതേ സ്വഭാവൽക്കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കഥകര